അല്ല ബാറാണ് പറഞ്ഞു വന്നത്. അതിന്റെ അവസാനം നമ്മൾ പറഞ്ഞത് 195 ആണ് പറഞ്ഞു വന്നത്. സോറി 195ന്റെ പിന്നെ ഇപ്പോഴത്തെ 220 ഇപ്പോഴത്തെ ഏതായിരുന്നു 218 അല്ലേ? 218 അല്ലല്ലോ, 217. ആ 250. അപ്പോൾ 250ന്റെ ആദ്യ ഭാഗത്ത് ഡൗട്ട് വരില്ല. പക്ഷെ 250ന്റെ രണ്ടാമത്തെ ഭാഗത്ത്, അതായത് 215 ക്ലോസ് 1 ക്ലോസ് ബി ക്ലോസ് 1 and 2 അവിടെ വരുമ്പോൾ ഒരു ഡൗട്ട് വരും. അത് ഞാൻ പറഞ്ഞു തരാം. എന്താണ് ആ ഡൗട്ട് വരാനുള്ള സാധ്യത എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പ് നമുക്ക് പിന്നെ ക്ലോസ് ബി 1 ഒന്ന് വായിക്കാം. ഭാഗ്യലക്ഷ്മി ഇത് വായിക്കൂ. പല്ലുവേദനയാണ്. അപ്പൊ വായിക്കണ്ട. അപ്പോ അനീഷ് വായിക്കോ? വായിക്കാം സർ. വായിക്കോ. No court shall take cognizance of any offence punishable under any of the following sections of Bharatiya Nyaya Samhita, namely section 229 to 223, both inclusive, 236, 237, 242 to 248, both inclusive, and 267, when such offence is alleged to have been committed in or in relation to any proceedings in any court. അവിടെ നിർത്തിക്കോ, മറ്റേലോട്ട് പോകണ്ട. ഇപ്പൊ ക്ലോസ് 1 എന്ന് പറഞ്ഞ ഇതെല്ലാം നമ്മുടെ 229 to 233 ഇതെല്ലാം വരുന്നത് ഈ ഫാൾസ് എവിഡൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫാബ്രിക്കേറ്റിംഗ് ഫാൾസ് എവിഡൻസ്. അപ്പൊ അത് ബിഫോർ ദ കോർട്ടാണ്. അപ്പൊ അങ്ങനെ വന്നാൽ എന്താ, നോ കോർട്ട് ഷാൾ ടേക്ക് കോഗ്നിസൻസ്, പിന്നെ താഴത്ത് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത് എക്സെപ്റ്റ് കംപ്ലൈന്റ് റൈറ്റിംഗ് ഓഫ് ദാറ്റ് കോർട്ട്. അപ്പൊ ഏത് കോടതിയിലാണോ ഈ ഫാൾസ് എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ കോടതിയുടെ കംപ്ലൈന്റ് ഇല്ലാതെ കോഗ്നിസൻസ് എടുക്കാൻ പാടില്ല. അത് നമുക്ക് പിന്നെ ഡൗട്ടിന്റെ കാര്യമില്ല. നോർമലി അത് അങ്ങനെ വരും. ഉദാഹരണത്തിന് ഒരു കോടതിയിൽ തന്നെ പെർജുറി നടത്തുക, അങ്ങനെയുള്ള ഒഫൻസ് വരും. ഈ പറഞ്ഞ എന്യൂമറേറ്റഡ് ഒഫൻസ് അല്ല, ഇതെല്ലാം കോടതിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഒഫൻസ് വരികയാണെങ്കിൽ ആ കോടതിക്ക് മാത്രമേ അതിന്റെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ആ കംപ്ലൈന്റ് പുറത്തെ കോഗ്നിസൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ക്ലോസ് ബി സബ് ക്ലോസ് 2, ആ സബ് ക്ലോസ് 2 ഒന്ന് വായിക്കുക. ശരണ്യ ഒന്ന് വായിക്കൂ. Of any offence described in subsection 1 of section 336 or punishable under subsection clause 2 of section 340 or section 342 of the said Sanhita, when such offence is alleged to have been committed in respect of a document produced or given in evidence in a proceedings in any court. Yes, അപ്പോൾ നമുക്ക് അവിടെ എടുക്കേണ്ടത് സെക്ഷൻ 336 അതിന്റെ ക്ലോസ് 1 ഓഫ് സെക്ഷൻ 330 ഓർ പണിഷബിൾ അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 340, 342 ഓഫ് സെഡ് സംഹിത. ആ 336 നടത്തിയ BNS പഴയ 470, 471, 473 ഒക്കെയാണ്. 336 336 എന്ന് പറഞ്ഞാൽ ഫോർജറി. ദെൻ 340യുടെ ക്ലോസ് 2, 340 അത് ഫോർജഡ് ഡോക്യുമെന്റ് ഇലക്ട്രോണിക് റെക്കോർഡ് യൂസിങ് ഇറ്റ് ആസ് ജെനുവിൻ. പഴയ 471 ആണ്. ഒരു ഫോർജഡ് ഡോക്യുമെന്റ്, ഫാബ്രിക്കേറ്റ് ഡോക്യുമെന്റ് ജെനുവിൻ ആയിട്ട് ഉപയോഗിക്കുക. ദെൻ 342 counterfeiting device mark used for authenticating document described in section 338, possessing counterfeit mark material. അപ്പൊ ഈ പറഞ്ഞ സെക്ഷൻസിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് when such offence is alleged to have been committed in respect of a document produced or given in evidence in a proceeding in any court. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം.
അതായത് ഒരു കേസിൽ ഒരു 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 ഫാബ്രിക്കേറ്റ് ഡോക്യുമെന്റ്, ഒരു എഗ്രിമെന്റ് ഫോർജ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കുന്നു എന്ന് കരുതുക. അപ്പൊ സിവിൽ കോടതിയിൽ ഹാജരാക്കുന്നു എന്ന് കരുതുക. ഒരു ബില്ലോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഒരു എഗ്രിമെന്റോ ഫോർജ് ചെയ്തിട്ട് അത് കോടതിയിൽ ഹാജരാക്കി ഒരു ഇഞ്ചക്ഷൻ മൂവ് ചെയ്ത് ഇഞ്ചക്ഷൻ ഗ്രാൻഡ് ചെയ്തു, അല്ലെങ്കിൽ അത് കോടതിയിലെ പരിഗണനയ്ക്ക് വേണ്ടി എവിഡൻസിന് ഹാജരാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 195 എന്നത് ഇപ്പോഴത്തെ 215 ക്ലോസ് 1 ക്ലോസ് ബി സബ് ക്ലോസ് 2 അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ ഈ നോ കോർട്ട് ഷാൽ ടേക്ക് കോഗ്നിസൻസ് എക്സെപ്റ്റ് അപ്പോൺ എ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതേ സംബന്ധിച്ചിട്ട് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി പോലീസ് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പാടില്ല എന്നാണ്. മനസ്സിലായോ? അപ്പോ ഞാൻ പറഞ്ഞ എക്സാമ്പിളില് ഒരു ഫോർജ്ഡ് ഡോക്യുമെന്റ് കോടതിയിൽ ഹാജരാക്കി ഒരു വിധി സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടി ഹാജരാക്കുന്നു, തെളിവിൽ ഹാജരാക്കുന്നു. ആ കേസിൽ ഈ സെക്ഷൻ അപ്ലൈ ചെയ്യുവോ, ഈ പ്രൊവിഷൻ അപ്ലൈ ചെയ്യുവോ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസിക്യൂഷന് ആ കോടതിയിൽ, അതായത് മുൻസിഫ് കോടതിയിൽ അവരുടെ ഒരു കംപ്ലൈന്റ് വേണോ അതോ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റുമോ, ഇതാണ് ഡൗട്ട് വരുന്നത്. നമ്മൾ ലിറ്റർ വായിക്കുമ്പോൾ എങ്ങനെയാ പറയണത്? But such offence is alleged to have been committed in respect of a document produced or given in evidence in a proceeding in any court. അപ്പൊ എന്താ ഉത്തരം? ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മുൻസിഫ് കോടതിയുടെ അന്യായം എസെൻഷ്യൽ ആണോ? വായിക്കുമ്പോ എന്താ മനസ്സിലാകണേ? അതെ അതെ, വായിക്കുമ്പോ അങ്ങനെ തോന്നൂ അല്ലേ? വായിക്കുമ്പോ അങ്ങനെ തോന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വരുന്നത് ആ ഡോക്യുമെന്റിന് കസ്റ്റോഡിയ ലെജിസ് ആണെങ്കിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ ഹാജരാക്കിയ ഡോക്യുമെന്റ് കോടതിയിൽ ഹാജരാക്കി കഴിയുമ്പോൾ വന്നിട്ടുള്ള ഒരു ഫാബ്രിക്കേഷൻ മാത്രമേ ഇത് വരുള്ളൂ. അതിന്റെ പുറത്താണെങ്കിൽ, അതായത് suppose the fabrication is done outside the court and then subsequently produced before the court, this section will not apply. അപ്പൊ ഇതേ സംബന്ധിച്ചിട്ട് രണ്ട് മൂന്നല്ല ഒരുപാട് ഡിസിഷൻ തിരിച്ചു മറിച്ചും ഒക്കെ വന്നിട്ടുണ്ട്. അത് ഈ പോയിന്റ് സെറ്റിൽ ചെയ്ത് ഒരു 5 ജഡ്ജസ് ഡിസിഷൻ സുപ്രീം കോടതിയുടെ വന്നിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഇപ്പോഴത്തെ ശരിക്കുള്ള പൊസിഷൻ. അതായത് 2005 KHC 647 ഇക്ബാൽ സിംഗ് മാർവ വേഴ്സസ് മീനാക്ഷി മാർവ 5 ജഡ്ജസിന്റെ ഡിസിഷൻ ആണ്. 2005 KHC 647. അത് വായിച്ചാൽ ഇതിന്റെ ആപ്ലിക്കേഷനും അതിന്റെ ഇംപ്ലിക്കേഷനും നന്നായിട്ട് മനസ്സിലാവും. പിന്നെ അത് തന്നെ ഒരു സബ്സിക്വന്റ് ആയിട്ട് അതിന് മുമ്പ് 1998 Part 2 SCC 493 അത് 3 ജഡ്ജസ് ഡിസിഷൻ ആണ്. അത് പറയാം. ആദ്യം പറഞ്ഞത് 2005 KHC 647, രണ്ടാമത് പറഞ്ഞത് 1998 Part 2 SCC 493, സുചിന്ത നന്ദ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ, അത് 3 ജഡ്ജസ് ഡിസിഷൻ ആണ്. അപ്പൊ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ the question to be considered is whether the document is a custodia legis, അതായത് കോടതിയുടെ ഉള്ളിലാണെങ്കിൽ. മനസ്സിലായല്ലേ? ഇപ്പൊ നമ്മുടെ ആന്റണി രാജുവിന്റെ കേസ് ഇല്ലേ, ഇപ്പൊ കോടതി കൺവിക്ട് ചെയ്ത ആ കേസിലെ അത് റിപ്പോർട്ടഡ് ഡിസിഷൻ ആണ്. 2015 കേരള ഹൈക്കോടതി അത് പറഞ്ഞത്
അത് കസ്റ്റോഡിയൽ രജിസ്റ്ററിൽ വരും. അതുകൊണ്ട് സാങ്ഷൻ വേണമെന്നാണ് പറഞ്ഞത്. ഏതാ 195 അനുസരിച്ചിട്ട് കംപ്ലൈന്റ് ഫയൽ ചെയ്യണം. ആ കേസിൽ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോലീസ് റിപ്പോർട്ട് കൊടുത്തതാണ്. അത് നിൽക്കാതെ കൊണ്ട് കോടതി കോഷ് ചെയ്തു. പക്ഷെ when the matter was taken up before the appellate court, it was held that 195 ഹിറ്റ് ഇല്ല എന്നാണ് കണ്ടത്. അതുകൊണ്ടാണ് അത് ട്രയൽ നടത്താൻ പറഞ്ഞത്. When you go through the materials in that case, it is to be found that 195 ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് കാണും. പക്ഷെ അതിനകത്ത് സുപ്രീം കോടതി അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പോയില്ല. ഫാക്ട് നോക്കിച്ചും പറഞ്ഞാൽ ഇതിനകത്ത് ഇതൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. അപ്പോ അതുകൊണ്ട് ഇപ്പൊ സപ്പോസ് അത് കൺവിക്ട് ചെയ്തു. അപ്പോ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത്, ഒരു കോടതിക്ക് പുറത്ത് വെച്ചൊരു ഡോക്യുമെന്റ് ഫോർജഡ് ചെയ്താൽ അത് ഹാജരാക്കി കഴിഞ്ഞെന്നാൽ 195 ഹിറ്റ്, 195 അല്ല 250 ഹിറ്റ് വരില്ല. അതിന്റെ അർത്ഥം we can approach the affected party, approach before the session house officer in charge of police station with an FI statement. So a crime can be registered and investigated, and finally a final report can be filed. അതാണ് ഇപ്പോഴത്തെ പൊസിഷൻ. നമുക്ക് പക്ഷെ വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല, അല്ലേ? വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. അതാണ് എൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ വാക്കാണ് അവിടെ വരുന്നത്, കസ്റ്റോഡിയൽ രജിസ്റ്റർ. അത് നിങ്ങൾ അഥവാ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് മനസ്സിലുണ്ടാവണം. അപ്പൊ അതിൽ 3 കൂടെ പറയുന്നത് എന്താണ്? എക്സെപ്റ്റ് അപ്പോൺ എ കംപ്ലൈന്റ് ഇൻ റൈറ്റിംഗ് ഓഫ് ദാറ്റ് കോർട്ട്. കംപ്ലൈന്റിന്റെ കോർട്ട് എന്ന് പറഞ്ഞാൽ കോടതി തന്നെ കൊടുക്കണമെന്നില്ല. എനി സച്ച് ഓഫീസർ ഓഫ് ദ കോർട്ട് ആസ് ദാറ്റ് കോർട്ട് മേ ഓതറൈസ് ഇൻ റൈറ്റിംഗ് ഇൻ ഹിസ് ബിഹാഫ് ഓർ സം അതർ കോർട്ട് ടു വിച്ച് ദാറ്റ് കോർട്ട് ഈസ് സബോർഡിനേറ്റ്. അതായത് സാധാരണ അത്തരം ഗതിയിൽ ഇപ്പം മുനിസിപ്പോ നേരിട്ട് കംപ്ലൈന്റ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവർ ജൂനിയർ സൂപ്രണ്ടിനെ ഓതറൈസ് ചെയ്തിട്ട് ജൂനിയർ സൂപ്രണ്ടാണ് കംപ്ലൈന്റ് ഒപ്പിട്ട് കൊടുക്കുന്നത്. 340 പ്രൊസീഡിയേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെയാണ്. ദെൻ ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രൊവിഷനാണ് 250 ക്ലോസ് 2 എന്ന് പറയുന്നത്. അതായത് പിന്നെ ഇതിനകത്തൊരു ഒരു 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 നമ്മൾ കേൾക്കാത്ത ഒരു സാധനം കിടപ്പുണ്ട് അതിനകത്ത്. അതായത് 215 ക്ലോസ് 2, where a complaint has been made by a public servant or some other public servant who has been authorized to do so by him under clause A of subsection 1. Subsection 1 പറഞ്ഞിരിക്കുന്നത് എന്താണ്? 206 223 ചാപ്റ്റർ 13 ഉള്ള ഒഫൻസ് ഒക്കെ വരികയാണെങ്കിൽ അത് ഏത് ഓഫീസറാണോ ആ ഓഫീസർ, പബ്ലിക് ഓഫീസർ, ഒരു അന്യായം കൊടുക്കണം, അല്ലെങ്കിൽ ആ ഓഫീസറിന്റെ സബോർഡിനേറ്റ് ഉള്ള ഒരു അന്യായം കൊടുക്കണം എന്നാ പറഞ്ഞത്. ആ കേസിലാണ് പറയുന്നത്. ആ കേസില് any authority to which he is administrative subordinate, a officer subordinate, or who has authorized the public servant may order the withdrawal of the complaint. അതായത് നേരത്തെ പറഞ്ഞു ആ പബ്ലിക് സർവന്റിന്റെ കംപ്ലൈന്റ് ഇല്ലാതെ കോഗ്നിസൻസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ പബ്ലിക് സർവന്റ് ഒരു അന്യായം കൊടുത്തു കഴിഞ്ഞാൽ, കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ സുപ്പീരിയർ ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഓർഡർ ദി വിഡ്രോവൽ ഓഫ് ആ കംപ്ലൈന്റ് വിഡ്രോ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ സെൻഡ് ദി കോപ്പി ഓഫ് സച്ച് ഓർഡർ ടു ദാറ്റ് കോർട്ട്. ഏത് കോടതിയിലാണോ ഫയൽ ചെയ്ത് ആ കോടതിയിൽ ആ വിഡ്രോവലിന്റെ ഓർഡർ കൊടുക്കണം. ആൻഡ് അപ്പോൺ ദ റെസീപ്റ്റ് ബൈ ദാറ്റ് കോർട്ട് നോ ഫർദർ പ്രൊസീഡിംഗ് ഷാൽ ബി ടേക്കൺ ഓൺ ദ കംപ്ലൈന്റ്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ അങ്ങോട്ട് ശരിക്കും കടന്നിട്ടില്ല ആ ഭാഗത്തൊക്കെ. കാര്യം വിഡ്രോവൽ ഓഫ് ദ കംപ്ലൈന്റ് ഒക്കെ ഇനി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു പ്രൊവിഷൻ നമ്മളിപ്പോ പഠിക്കുകയാണ്. എന്താണ്? when a complaint is filed by a public servant as mandated under section 215 clause 1 clause A subclause 1, the public servant who is superior to that officer can withdraw that complaint. എന്നിട്ട് എന്ത് ചെയ്യണം? That withdrawal order shall be sent to the court, and after the receipt of that order the court can no further proceeding shall be continued taken on the complaint. ഇതുമായിട്ട് വരുന്നൊരു വേറെ തരം പ്രൊവിഷനാണ്. അത് മനസ്സിൽ വിചാരിച്ചോളണം. അപ്പോ സപ്പോസ് അങ്ങനെ ചോദിക്കുകയാണ്, സപ്പോസ് കംപ്ലൈന്റ് ഈസ് ഫയൽഡ് ബിഫോർ എ മജിസ്ട്രേറ്റ് ബൈ ദ പബ്ലിക് സർവന്റ്
as per section 215, clause 1, clause 1A, A clause subclause 1, then whether that complaint can be withdrawn, or is there any provision BNS to withdraw the complaint? But the answer is, as per section 215 clause 2, the officer who has authorized that public prosecutor to lodge the complaint can pass an order to withdraw the complaint. And when the court to which that order is sent can pass an order, stop the proceedings. All the further proceedings shall be no further proceedings shall be taken by the complaint. എന്നിട്ട് എന്ത് ഓർഡർ പാസ്സാക്കുന്നവർ പറയണില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ പ്രൊസീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ളത് ഏതാ? അല്ല, കോഗ്നൈസൻ അത് നമ്മൾ അടുത്തോടെ വായിക്കും, ക്ലിയർ ആവും. അടുത്തോടെ വായിക്കും. എന്തുകൊണ്ട്? പ്രൊവൈഡഡ് ദാറ്റ് no such withdrawal shall be ordered if the trial in the court of first instance has been concluded. അപ്പൊ കോഗ്നൈസൻസ് എടുത്തതിന് ശേഷം ആ ട്രയൽ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ആകാം. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇത് ക്ലിയർ ആയില്ലേ? കോഗ്നൈസൻസ് എടുക്കുന്നതിന് മുമ്പും ആകാം, കോഗ്നൈസൻസ് എടുത്തതിന് ശേഷവും ആകാം, പക്ഷെ ട്രയൽ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിരിക്കണം. ഓക്കെ, എപ്പോഴാണ് ട്രയൽ കൺക്ലൂഡ് ചെയ്യണേ? when does the trial concludes? When does the trial start? Naming charge. അത് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കണം. In the case of warrant trial, when the charge is framed. In the case of summons trial, when plea was recorded. Summons trial പറയുന്നത് എപ്പോഴാണ്? When the accused appears, on appearance of the accused, prosecute the particular offense shall be read over എന്നാ പറയുന്നത്. അപ്പൊ രണ്ട് സ്ഥലത്ത് ട്രയൽ തുടങ്ങുന്നത് രണ്ട് തരത്തിലാണ്. ബട്ട് എപ്പോഴാ ട്രയൽ കൺക്ലൂഡ് ചെയ്യണേ? എപ്പോഴാ ട്രയൽ കൺക്ലൂഡ് ചെയ്യണം? സാക്ഷികളുടെ വിസ്താരമൊക്കെ കഴിഞ്ഞ് എവിഡൻസ് ക്ലോസ് ചെയ്തിട്ട് കേസ് പോസ്റ്റഡ് ഫോർ ദി എക്സാമിനേഷൻ ഓഫ് ദി അക്യൂസ് അണ്ടർ സെക്ഷൻ 313, പഴയ 330 ആ സമയത്താണോ? അതോ ഡിഫൻസ് വിറ്റ്നസിനെ വിസ്തരിച്ച് ഡിഫൻസ് വിറ്റ്നസിന്റെ മൊഴിയൊക്കെ എടുത്ത് വിസ്തരിച്ച് ഹിയറിംഗിന് പോസ്റ്റ് ചെയ്യുമ്പോഴാണോ? അതോ ജഡ്ജ്മെന്റ് പ്രൊണൗൺസ് ചെയ്യുമ്പോഴാണോ? എപ്പോഴാണ് ട്രയൽ കൺക്ലൂഡ് ചെയ്യുന്നത്? ആ ഒരു ക്വസ്റ്റ്യന് പ്രസക്തി വരും. എപ്പോഴാണെന്ന് അറിയാവോ? അല്ല, ഇത് തന്നെ എടുത്തോളൂ, ഇതിന്റെ ആപ്ലിക്കേഷൻ. ഇപ്പൊ ഈ കേസിൽ തന്നെ പബ്ലിക് സർവന്റ് പിന്നെ അത് വിഡ്രോയിൽ കൊടുക്കുന്നു. അപ്പൊ ട്രയലിന് ശേഷം പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ട്രയൽ കൺക്ലൂഡ് ചെയ്താൽ ഇത് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴാണ് ട്രയൽ കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അറിയണം. അതേപോലെ തന്നെ നമ്മുടെ പഴയ 311 CRPC ഉണ്ടല്ലോ, പഴയ CRPC 311. പറയുന്നത് എനി കോർട്ട് മേ അറ്റ് എനി സ്റ്റേജ് ഓഫ് എൻക്വയറി ഓർ ട്രയൽ എന്നാ പറയുന്നത്. അപ്പോഴേ പറ്റുള്ളൂ, ട്രയലിന്റെ സമയത്തേ പറ്റുള്ളൂ. അപ്പൊ ട്രയൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 311 ആപ്ലിക്കേഷൻ പറ്റത്തില്ല. അപ്പൊ എപ്പോഴാണ് ട്രയൽ കൺക്ലൂഡ് ചെയ്യേണ്ടത്, ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാ? പറയാവോ ആർക്കെങ്കിലും? After the examination of parties. After the examination of the parties. Judgment pronounce ചെയ്യുമ്പോഴാണ്. രണ്ട് ഒപ്പീനിയൻ വന്നു. ബാക്കിയുള്ളവരും കൂടെ പറയും.
എന്ത് നമ്മളൊന്ന് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചെന്ന് പറഞ്ഞേ. എന്തായാലും 2 ആൻസർ ഇവിടെ വന്നു. ഒന്ന് എക്സാമിനേഷൻ ഓഫ് പാർട്ടീസ് എന്ന് പറഞ്ഞു, മറ്റേത് ജഡ്ജ്മെന്റ് പ്രൊനൗൺസ് ചെയ്യുമ്പോഴാണ് ട്രയൽ കൺക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഏതായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ട്രയലിലാണ് എക്സാമിനേഷൻ വിറ്റ്നസ് വരുന്നത്, ആണല്ലോ എവിഡൻസ് എടുക്കുന്നത്. അത് കറക്റ്റ് അല്ലേ? എവിഡൻസ് എടുക്കുന്നത് ട്രയലിലാണ്, സംശയമില്ലല്ല, സംശയമില്ല. ഇനി നിങ്ങൾ നമ്മുടെ CRPC കയ്യിലുണ്ടോ? അതോ BNSS ഉള്ളോ? അങ്ങനെയാണെങ്കിൽ ഞാൻ BNSS എടുക്കാം. BNSSന്റെ 271 എടുത്തേ, സെക്ഷൻ 271. എടുത്തോ? എടുത്തു സാർ. 271 പറഞ്ഞാൽ അക്വിറ്റൽ ഓർ കൺവിക്ഷൻ ആണ്. അത് വാറന്റ് ട്രയലിന്റെ ആണ് കേട്ടോ, വാറന്റ് ട്രയലിന്റെ ആണ്. If in any case under this chapter in which a charge has been framed, the magistrate finds the accused not guilty, he shall record the order of the acquittal. 2. Where in any case under this chapter, the magistrate finds the accused guilty, but does not proceed in accordance with the provisions of section 364 and section 401. That's what the probation of this act in this very. He shall, after hearing the accused on the question of sentence, pass sentence upon him according to law. 3. Where in any case under this chapter, a previous conviction is charged under the provision subsection 7 of section 234, the accused does not admit that he has been previously convicted as alleged in the charge, the magistrate may, after he has convicted the said accused, take evidence in respect of the alleged previous conviction. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? ഒരു പ്രീവിയസ് കൺവിഷന് ഒരു ചാർജ് ഉണ്ടെങ്കിൽ ഈ കേസിൽ കൺവിക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? The magistrate shall take evidence. അപ്പൊ കൺവിക്ഷൻ കഴിഞ്ഞ് ട്രയൽ തീർന്നു പറയാൻ പറ്റുമോ? അങ്ങനെ വരുമ്പോ കൺവിക്ഷനോടുകൂടി ട്രയല് ക്ലോസ് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ എവിടം വരെ നീട്ടും? സെന്റൻസിൽ വരെ നീട്ടും. അപ്പോ മുമ്പത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ ട്രയൽ മീൻസ് എ പ്രൊസീഡിങ്സ് വിച്ച് എൻഡഡ് ഇൻ കൺവിക്ഷൻ ഓർ അക്വിറ്റൽ ആയിരുന്നു. ഇപ്പോ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എവിടം വരെയായി? എ പ്രൊസീഡിങ്സ് വിച്ച് എൻഡഡ് ഇൻ പ്രൊനൗൺസ് അക്വിറ്റൽ ഓർ പ്രൊനൗൺസിങ് സെന്റൻസ്, അവിടം വരെയായി. അപ്പൊ അതുവരെ ട്രയലാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ പ്രൊവിഷൻ അനുസരിച്ച് ഒരു വിഡ്രോവൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആ സെന്റൻസ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ എന്ത് ചെയ്യാൻ പറ്റും? വിഡ്രോവൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ട്രയല് ഈ പറഞ്ഞ പോലെ CRPC ഡെഫിനിഷൻ ഇല്ല. എൻക്വയറിയുടെ ഡെഫിനിഷനിലാണ് പറയുന്നത് എനി പ്രൊസീഡിങ്സ് അതർ ദാൻ ട്രയൽ എന്നാണ് പറയുന്നത്. ട്രയലിന്റെ ഡെഫിൻ ചെയ്തിട്ടില്ല. അപ്പൊ ട്രയലിന്റെ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ when does the trial start and when does the trial end? When does the trial start? In the case of warrant trial by framing charge, in the case of summons trial
by when substance of accusation or particulars of offense was read over. When it ends, normally it ended in conviction or acquittal, but in the case of warrant dialogue, that can be extended to till pronouncement of judgment. Sorry, sentence. അതാണ്. അപ്പൊ അവിടം വരെ എന്ത് ചെയ്യാം? ഈ വിഡ്രോവൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ക്ലോസ് ബിയിൽ പറഞ്ഞിരിക്കുന്ന കോർട്ടിന്റെ എക്സ്പ്ലനേഷൻ ആണ്. എന്താണ് കോർട്ട്? മീൻസ് എ സിവിൽ കോർട്ട്, റവന്യൂ ഓർ എ ക്രിമിനൽ കോർട്ട് ഇൻക്ലൂഡ്സ് എ ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ അണ്ടർ സെൻട്രൽ സ്റ്റേറ്റ് ആക്ട് ഇഫ് ഡിക്ലെയർഡ് ബൈ ദ ആക്ട് ഫോർ പർപ്പസ് ഓഫ് സെക്ഷൻ. എല്ലാ റവന്യൂ കോർട്ടും മുനിസിപ്പൽ കോർട്ടും എല്ലാം വരും. Then clause 4, for the purpose of B subsection 1, a court shall be deemed to be subordinate to that court. അതായത് ഇവിടെ ഇതിനകത്തൊരെണ്ണം പറഞ്ഞല്ലോ, എന്താണ് ക്ലോസ് ബിയുടെ അവസാനം 1-3 അവസാനം, എക്സെപ്റ്റ് upon a complaint in writing of that court or by such officer of that court as that court may authorize in writing in this big or some other court to which that court is subordinate. അതായത് മുനിസിപ്പൽ കോടതി ആണെങ്കിൽ അതിന്റെ സബോർഡിനേറ്റ് എന്ന് പറയുന്നത് ജില്ലാ കോടതി, ഡിസ്ട്രിക്ട് കോടതിയാണ്, ആ കോടതിക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പോ എ കോർട്ട് ഷാൽ ബി ഡീം ടു ബി സബോർഡിനേറ്റ്. എങ്ങനെയാണ്? ടു വിച്ച് അപ്പീൽസ് ഓർഡിനറി ലൈ ഫ്രം ദ അപ്പീലബിൾ ഡിഗ്രി ഓർ സെന്റൻസ് ഓഫ് സച്ച് ഫോമർ കോർട്ട്. അപ്പൊ ആ കോടതിയിൽ നോർമലി അപ്പീൽ എവിടെയാണോ കൊടുക്കേണ്ടത് ആ കോടതിയാണ്, ആ കോടതിയുടെ സബോർഡിനേറ്റ് എന്നാണ് മറ്റേ കോടതി പറയുന്നത്. ഇൻ എ കേസ് ഓഫ് സിവിൽ കോർട്ട് ഫ്രം ഹൂസ് ഡിഗ്രി നോ അപ്പീൽ ഓർഡിനറി ലൈസ്, അപ്പീൽ ഇല്ലാത്ത സിവിൽ കോടതിയാണെങ്കിൽ ടു ദ പ്രിൻസിപ്പൽ കോർട്ട് ഹാവിംഗ് ഓർ ഓർഡിനറി ഒറിജിനൽ സിവിൽ ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ ജില്ലാ കോടതിയിൽ കൊടുക്കും, ഒറിജിനൽ സിവിൽ ജൂറിസ്ഡിക്ഷൻ ഉള്ള കോടതി. വിത്തിൻ ഹോസ് ലോക്കൽ ജൂറിസ്ഡിക്ഷൻ സച്ച് എ സിവിൽ കോർട്ട് ഈസ് സിറ്റുവേറ്റഡ്. അപ്പൊ അവർ വേണം അന്യായം കൊടുക്കാൻ, അവർക്കും അന്യായം കൊടുക്കാം. അതാണ് ആരുടെ സബോർഡിനേറ്റ് ആണെന്നുള്ള തർക്കം വരികയാണെങ്കിൽ. Then for 215 തീർന്നില്ലല്ലോ. 215 ആണ്, 215 4 ആണ് ഇപ്പൊ വായിച്ചത്. അതിന്റെ 2 പ്രൊവൈസോ ഉണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് വേർ അപ്പീൽ ലൈ ടു മോർ ദാൻ വൺ കോർട്ട്, the appellate court for inferior jurisdiction shall be the court to which such court shall deem to be subordinate. ഒന്നിൽ കൂടുതൽ വല്ല അപ്പീൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് ഇൻഫീരിയർ കോർട്ട് കൊടുക്കണം. Where appeal is to a civil and also to a revenue court, the such court shall be deemed to be subordinate to civil or revenue court according to the nature of the case. നമുക്കിവിടെ ആപ്പിക്കലല്ല, എന്നാലും അത് മനസ്സിലാക്കിയിരുന്നവർ. അപ്പൊ 215 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്താണ് ജനറലി പറയുന്നത്, ഒരു കംപ്ലൈന്റിന്റെ പുറത്ത് മാത്രമേ കോഗ്നൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ സർട്ടൻ ടൈപ്പ് ഓഫ് ഒഫൻസസ്. അതിന്റെ അർത്ഥം ഒരു പോലീസ് റിപ്പോർട്ടിന്റെ പുറത്ത് ഒരിക്കലും കോഗ്നൈസൻസ് എടുക്കാൻ പാടില്ല എന്നാണ്. അതിന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ വരുന്നുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഇതിൽ 2-3 ക്ലോസ് പറഞ്ഞു. അത് ക്ലോസ് 1A1 എന്ന് പറയുന്നത് ചാപ്റ്റർ 13 അതായത് 206 മുതൽ 223 വരെയുള്ള സെക്ഷൻ. അതിനകത്ത് 209 എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിക്കൊള്ളണം. അതിന് ആ ഒഫൻസിന്റെ അബറ്റ്മെന്റ്, അറ്റംപ്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്രിമിനൽ കോൺസ്പിറസി ഇതെല്ലാം വരികയാണെങ്കിൽ no court shall take cognizance except upon a complaint in writing by the public servant concerned. അപ്പോൾ നമുക്ക് ആ സെക്ഷൻ 206 കൂടെ ഒന്നുകൂടെ നോക്കാം. 206 BNS. ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞു കണ്ടംപ്റ്റ് ഓഫ് ലോഫുൾ അതോറിറ്റി ഓഫ് പബ്ലിക് സർവന്റ് ആണ്. അതായത് അബ്സ്കോണ്ടിങ് ടു അവോയ്ഡ് സർവീസ് ഓഫ് സം ആൻഡ് അതർ പ്രൊസീഡിങ്സ്. whoever absconds in order to avoid summons notice shall be punished with imprisonment. ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അതുപോലെ തന്നെ 207 പ്രിവെന്റിങ് സർവീസ് ഓഫ് സമൻസ്. ഇതെല്ലാം പബ്ലിക് അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നോൺ അറ്റൻഡൻസ് ഇൻ ഒബീഡിയൻസ് പബ്ലിക് സർവന്റ്, നോൺ അപ്പിയർ 209 അവിടെ വരുന്നില്ല. നോൺ അപ്പിയറൻസ് ടു അത് പ്രൊക്ലമേഷൻ, കോടതി പ്രഖ്യാപിക്കുന്ന പ്രൊക്ലമേഷനിൽ വന്നില്ല എങ്കിലുള്ള കാര്യം പറഞ്ഞാൽ അത് ഇതിനകത്ത് വരുന്നില്ല എന്ന് പറഞ്ഞാൽ പോലീസിലൂടെ കേസെടുക്കുക എന്നാണ് അർത്ഥം.
210 omission to produce a document to public servant legally bound to produce. Document ഹാജരാക്കാൻ വന്നിട്ട് ഹാജരാക്കാതിരുന്നാൽ. 211 omission to give notice or information to public person legally bound to give it. Furnish false information. അപ്പൊ ഇതെല്ലാം ഒരു പബ്ലിക് സർവന്റ്, ലോഫുൾ അതോറിറ്റിയിൽ വരുന്ന പബ്ലിക് സർവന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ ആ പബ്ലിക് സർവന്റിന്റെ അന്യായത്തോടു കൂടി മാത്രമേ കോഗ്നിസ് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ക്ലോസ് 215 ക്ലോസ് 1A സബ് ക്ലോസ് 1. 1, 2, 3. 1, 2 and 3 എന്ന് പറയുന്നത് അതിന്റെ അബറ്റ്മെന്റ്, അറ്റംപ്റ്റ്, ദെൻ ക്രിമിനൽ കോൺസ്പിറസി. ഇനി B1 എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റിംഗ് ഫാൾസ് എവിഡൻസ് ആണ്. ഫാബ്രിക്കേറ്റിംഗ് ഫാൾസ് എവിഡൻസ് ബിഫോർ ദ കോർട്ട് എന്ന് പറയുമ്പോൾ ആ കോടതിയുടെ അല്ലെങ്കിൽ അതിന്റെ സുപ്പീരിയർ കോടതിയുടെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാത്രമേ കോഗ്നിസ് എടുക്കാൻ പറ്റുള്ളൂ. അടുത്തതിൽ വരുന്നത് ഫാബ്രിക്കേറ്റിംഗ് ഡോക്യുമെന്റ്സ് ആണ്. ഫാബ്രിക്കേറ്റിംഗ് ഡോക്യുമെന്റ്, സപ്പോസ് എ ഡോക്യുമെന്റ് പ്രൊഡ്യൂസ്, കസ്റ്റോഡിയ ലെജിസ് എന്ന വാക്ക് ഓർത്താൽ മതി. ആ കോടതിയിലുള്ള ഒരു ഡോക്യുമെന്റ് ഫാബ്രിക്കേറ്റ് ചെയ്യണമെങ്കിൽ കോടതിയുടെ അന്യായത്തോടുകൂടി മാത്രമേ കേസെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ബാർ ആയിരിക്കും അത്. മനസ്സിലായില്ലേ? അതേസമയം ഇപ്പൊ ഒരു പ്രോ നോട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഒരു കോടതി, സിവിൽ കോടതിയിൽ ഹാജരാക്കുന്നു. പ്രോ നോട്ട് സിവിൽ കോടതിയിൽ ഹാജരായി കഴിഞ്ഞാൽ ആ പ്രോ നോട്ട് ഫാബ്രിക്കേറ്റഡ് ആണെങ്കിൽ എ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ക്യാൻ ബി ഗ്യാരണ്ടീഡ്. അവിടെ നമുക്ക് ഈ 195 അല്ലെങ്കിൽ 250 ബാർ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ 250 ബാർ ഇൻ റെസ്പെക്ട് ഓഫ് എ ഫോർജ്ഡ് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് കസ്റ്റോഡിയ ലെജിസ് ആണെങ്കിൽ മാത്രമേ ഈ ബാർ നിൽക്കൂ. അതർവൈസ് അത് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറ്റും. ഇനി ഈ പറഞ്ഞ കേസിൽ പിന്നെ B2-ല് B1-ല് പറഞ്ഞ കേസിൽ പിന്നെ B1-ല് പറഞ്ഞ കേസിൽ ഏത് പബ്ലിക് സർവന്റ് ആണോ അന്യായം കൊടുത്തത് ആ പബ്ലിക് സർവന്റ് സുപ്പീരിയർ ഓഫീസർക്ക് ആ കേസ് വിഡ്രോ ചെയ്യാൻ ഓർഡർ കൊടുക്കാം. അത് ആ കോടതിക്ക് അയച്ചു കൊടുത്താൽ ആ കോടതി ഫർദർ പ്രൊസീഡിങ്സ് സ്റ്റോപ്പ് ചെയ്യണം. അത് എപ്പോ വരെ കൊടുക്കാം? അത് ബിഫോർ ദ ട്രയൽ ഈസ് കൺക്ലൂഡഡ്, അതിന് മുമ്പ് കൊടുക്കണം. അപ്പൊ അത് കൊടുത്താൽ കോടതിക്ക് എന്തെങ്കിലും ഡിസ്ക്രിഷണറി പവർ ഉണ്ടെന്ന് പറയുന്നില്ല. ദാറ്റ് മീൻസ് ദ കോർട്ട് ഈസ് ബൗണ്ട് ടു അക്സെപ്റ്റ് എന്നാണ് മനസ്സിലാക്കണം. അത് വേറെ അത് കോടതിക്ക് അതിനകത്തൊരു ഡിസ്ക്രിഷണറി പവർ വെച്ചിട്ട് തള്ളാനൊന്നും പറ്റത്തില്ലെന്ന് തോന്നുന്നു. അതാണ് ഇതിനകത്ത് പറയുന്നത്. അങ്ങനെ പറയുന്നില്ല അതിനകത്ത്. പിന്നെ കോർട്ട് സബോർഡിനേറ്റ്, ഏത് കോടതിയുടെ സബോർഡിനേറ്റ് ആണെന്നുള്ളതിന് നോർമലി അപ്പീൽ എവിടെയാണോ നിൽക്കുന്നത് ആ കോടതിയാണ്. ഇത്രയും കാര്യമാണ് 215 വരുന്നത്. ദെൻ നെക്സ്റ്റ് 216 ആണ്. അത് പിന്നെ സാധാരണ നമുക്കറിയാം, വിറ്റ്നസിനെ ത്രട്ടൺ ചെയ്തെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതിന്റെ വിറ്റ്നസിനെ ത്രട്ടൺ ചെയ്തിട്ട് മൊഴി കൊടുപ്പിക്കുക. A witness or any other person may file a complaint in relation to an offense under section 232. അതായത് വിറ്റ്നസിനെ കൊണ്ട് ഫാൾസ് എവിഡൻസ് പഠിപ്പിക്കുന്നതാണ്. ഒരാളെ കൺവിക്ട് ചെയ്യാൻ വേണ്ടി ഫാൾസ് എവിഡൻസ് പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ a witness or any other person may file a complaint in relation to an offense under section 232. 232 എന്ന് എടുത്തേ, 232 BNS. എടുത്തോ? എടുത്തു സാർ, എടുത്തു. Threatening any person to give false evidence. അതായത് whoever threatens another with injury to his person, reputation or property, or to the person or reputation of anyone in whom that person is interested.
with intent to cause that person to give false evidence shall be punished with imprisonment for either description for a term which may extend to 7 years. അതിന് അടുത്തതിൽ പറയുന്നത് ഇന്നസെന്റ് പേഴ്സൺ ശിക്ഷിക്കപ്പെട്ടാൽ അതിന്റെ ഇത് കൂടും, അതേ പറയുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒഫൻസ് എന്ന് പറയുന്നത് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. ഇനി 216 വായിക്കാം. എന്താണ്? A witness or any other person may file a complaint in relation to an offense under section 232. അപ്പോൾ 232 പ്രകാരം ഉള്ള ഒരു ഒഫൻസിന് ഒരു വിറ്റ്നസിനോ ആ സാക്ഷിക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ കംപ്ലൈന്റ് കൊടുക്കാം. അപ്പോൾ പോലീസിൽ ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ whether the police bound to register the case for the offense under section 232. എന്ത് പറയുന്നു? അതെ, അപ്പൊ അതുകൊണ്ട് അതെ, ഇവിടെ ബാർ പറയുന്നില്ല, അതാണ് ഞാൻ പറയുന്നത്. നോ പോഷ അങ്ങനെ പറയുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇവർക്ക് കൊടുക്കാം, ബട്ട് കോഗ്നൈസബിൾ ആയതുകൊണ്ട് പോലീസിന് ഇൻഫർമേഷൻ കൊടുത്ത് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നതിന് നിയമ തടസ്സമില്ല കേട്ടോ. അപ്പൊ ഈ ചാപ്റ്ററിൽ വന്നുകൊണ്ട് കൺഫ്യൂഷൻ വരരുത്. നെക്സ്റ്റ് 217 ആണ്, അതും ഒരു ബാറാണ്. അമ്മല ഒന്ന് വായിക്കോ? 217 ക്ലോസ് 1 വായിക്കോ? വായിക്കാം സർ. Prosecution for offences against state and for criminal conspiracy to commit such offence. Clause 1. No court shall take cognizance of. Clause A. Any offence punishable under Chapter 7 or under Section 196, Section 299 or Subsection 1 of Section 353 of BNS 2023. Clause B. A criminal conspiracy to commit such offence, or Clause 3, Clause C, any such abatement as is described in Section 47 of BNS 2023, except with the previous sanction of the central government or the state government. ഇതെല്ലാം നമ്മുടെ ഈ നാഷണലായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് സെക്ഷൻ 196 പഴയ 153A ആണ്. ഈ എന്താ ഈ സെക്ഷൻ ഓഫ് പീപ്പിൾ അനിമോസിറ്റി ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഒഫൻസ് ആണ് 196. പ്രൊമോട്ടിങ് എനിമിറ്റി ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്, അങ്ങനെ രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരെ തമ്മിൽ എനിമിറ്റി അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുക, അതാണ് 196 എന്ന് പറയുന്നത്. 299 ഏതാണ്ട് അതുപോലുള്ള ഒരു ഒഫൻസ് ആണ് 299. ഡെലിബറേറ്റ് ആൻഡ് മലീഷ്യസ് ആക്ട് ഇന്റൻഡ് ടു ഔട്ട്റേജ് റിലീജിയസ് ഫീലിംഗ്, മതപരമായിട്ടുള്ള ആൾക്കാരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെയുള്ള ഒഫൻസിനാണെങ്കിൽ അതിന്റെ ക്രിമിനൽ കോൺസ്പിറസിയും പിന്നെ അബറ്റ്മെന്റ് സെക്ഷൻ 47 പറയുന്ന തരത്തിലുള്ള അബറ്റ്മെന്റ് എക്സെപ്റ്റ് വിത്ത് ദ പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് ഓർ ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. മനസ്സിലായില്ലേ? അപ്പോൾ സാധാരണ ഈ രണ്ട് മതവിഭാഗങ്ങൾ അവരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുക, അങ്ങനെയൊക്കെ വന്നാൽ ആ ഒഫൻസിന് പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സാങ്ഷൻ ഇല്ലെങ്കിൽ കോഗ്നിസൻസ് എടുക്കാൻ പാടില്ല. 2 എന്ന് വായിച്ച് പിന്നെ ഭാഗ്യലക്ഷ്മി എന്ന് വായിക്കൂ. 2 സാറേ ഞാൻ പറഞ്ഞില്ലായിരുന്നു. സോറി. അംജദ് ഒന്ന് വായിക്കോ? ക്ലോസ് 2. $199 എന്നാണോ വായിച്ച് കിടക്കണേ?
ഓക്കെ, അത് നേരത്തെ പറഞ്ഞ നാഷണൽ ഇന്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒഫൻസ് ഉണ്ടെങ്കിലും അതും പ്രീവിയസ് സാങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കോഗ്നിസ് എടുക്കാൻ പറ്റുള്ളൂ. 3 കൂടെ ഒന്ന് വായിച്ചോളൂ. ഒരു സെക്കൻഡ്. അതായത് സെക്ഷൻ 61 എന്ന് പറയുന്നത് ക്രിമിനൽ കോൺസ്പിറസി ആണ്. ക്രിമിനൽ കോൺസ്പിറസിയുടെ ഡെഫിനിഷൻ ആണ് സെക്ഷൻ 61. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? No court shall take cognizance of the offence of any criminal conspiracy punishable under section 2 of 61. 2 of 61 എന്ന് പറയുന്നത് whoever is a party to a criminal conspiracy to commit an offence punishable with death, imprisonment for life, or rigorous imprisonment for a term of 2 years and upwards, shall, where no express provision is made in the Sanhita for the punishment of such a conspiracy, be punished in the same manner as if he had abetted such offence. B. Other than a criminal conspiracy to commit an offence punishable as aforesaid, shall be punished with imprisonment for either discretion for a term not exceeding 6 months. അപ്പോ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് no court shall take cognizance of any criminal conspiracy punishable under subsection 2 of section 61 of PNS other than a criminal conspiracy to commit an offence punishable with death, imprisonment for life, rigorous imprisonment for 2 years or upwards. അപ്പോ ഡെത്തോ ലൈഫോ അല്ലെങ്കിൽ 2 വർഷത്തിന് മേൽ പണിഷ്മെന്റ് ഉള്ള ഒഫൻസിന്റെ കോൺസ്പിറസിയുടെ അല്ലാത്ത വരുന്നതിന് unless the state government district government has consented in writing to initiate proceedings. അപ്പൊ ക്രിമിനൽ കോൺസ്പിറസി ഒരു സ്മാളർ ഒഫൻസിനാണെങ്കിൽ 2 years ലൈഫ്, ഡെത്ത്, അതിനൊഴികെ ബാക്കി അതിൻ്റെങ്കിലും ക്രിമിനൽ കോൺസ്പിറസി ആണെങ്കിൽ അതിന് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു കൺസെന്റ് വേണം ഇൻ റൈറ്റിംഗ്. അതാണ് 217(3) പറയുന്നത്. മനസ്സിലല്ലേ? മറ്റേതൊക്കെ വളരെ സീരിയസ് ഒഫൻസിന്റെ കാര്യം അവിടെ പറയുന്നത്. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ക്ലോസ് സബ്സെക്ഷൻ 261 എന്ന് പറയുന്നത് ലൈഫ്, ഡെത്ത് അല്ലെങ്കിൽ 2 വർഷം റിഗ്രസ് പണിഷ്മെന്റ് ഉള്ളത് ഒഴികെയുള്ള ബാക്കി ഏതെങ്കിലും ഒഫൻസിനുള്ള ക്രിമിനൽ കോൺസ്പിറസിക്ക് ഫയൽ ചെയ്യണമെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ കൺസെന്റ് ഇൻ റൈറ്റിംഗ് വേണം. പ്രൊവൈഡഡ് ദാറ്റ് where the criminal conspiracy is one to which the provisions of section 215 apply, no consent shall be necessary. 215 നമ്മൾ നേരത്തെ പറഞ്ഞു, മറ്റേ കോടതിക്കകത്തും അതുപോലെ തന്നെ പബ്ലിക് സർവന്റിലൊക്കെ നടത്തുന്ന കേസ്, അതിന് ഈ കേസ് അപ്ലൈ ചെയ്യത്തില്ല. അതിൽ പറയുന്ന ഒഫൻസിന് ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടെങ്കിൽ ഈ സെക്ഷൻ 3 shall not be applied. Then 4, the central government or the state government. അത് പുതിയ ഒരു സെക്കൻഡ്, പുതിയ തോന്നുന്നു. The central government or the state government may, before according sanction under subsection 1 or subsection 2, and the district magistrate may, before according sanction under subsection 2, and the state government or district magistrate may, before giving consent under subsection 3
order a preliminary investigation by a police officer not being below the rank of inspector, in which case such a police officer shall have the powers referred in subsection 3 of section 174. In the 174, ആർക്കാൻ പറയാമോ? നോക്കാതെ പറയാമോ? Non-cognizable offense-ലെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് 174. Power of the police officer with respect of non-cognizable offense ആണ്. 175 cognizable offense ൻ്റെതാണ് കേട്ടോ. 173 എന്തുവാ? 173 എന്തുവാ? Cognizable offense. വേറൊരു തരത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു വാക്ക്. FIR. FIR എന്ന് പറഞ്ഞാൽ മതി. പഴയ 154 നമ്മളത് പെട്ടെന്ന് കാണാതെ പറയാൻ ഇച്ചിരി സമയം എടുക്കും. 154, 155, 156 ആണ്. അതിങ്ങനെ 173, 174, 175 അങ്ങനെ പോകുന്നത്. അപ്പോ ആ പവർ കിട്ടും. അതിന്റെ അർത്ഥം എന്താ? ആ പവർ കിട്ടുമ്പം അയാൾക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയല്ല. അതാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തൊരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നാണ് ബിഫോർ ഗിവിംഗ് സാങ്ഷൻ. മനസ്സിലായില്ലേ? അതാണ് 270. അതിനകത്ത് പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായല്ലോ? അത് ക്ലിയർ ആയില്ലേ? Then another important section is നമ്മുടെ പഴയ 197 ആണ്. സാധാരണ പ്രാക്ടിക്കലായിട്ട് വരുന്ന ചില കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. 218, അതായത് പ്രോസിക്യൂഷൻ ഓഫ് ജഡ്ജസ് ആൻഡ് പബ്ലിക് സർവന്റ്. നമ്മൾ സാധാരണ 197 സാങ്ഷൻ എന്ന് നമ്മൾ സാധാരണ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാ. യെസ്, ഒന്നൊരു വാരം വായിക്കുക. അനീഷ് ഒന്ന് വായിക്കോ? വായിക്കാം സാർ. 218. Okay, sir. Prosecution of judges and public servants. Clause 1. When any person who is or was a judge or magistrate or a public servant not removable from his office save by or with the sanction of the government is accused of any offence alleged to have been committed by him while acting or purporting to act in the discharge of his official duty, no court shall have cognizance of such offence except with the previous sanction, save as otherwise provided in the Lokpal and Logayukta Act 2013. In the case of a person who is employed or as the case may be was at the time of commission of the alleged offence employed in connection with the affairs of union or the central government. Clause B. In the case of a person who is employed or as the case may be was at the time of commission of the alleged offence employed in connection with the affairs of a state of the state government. അതായത് സാധാരണ നമ്മൾ ജഡ്ജ് മജിസ്ട്രേറ്റ് അവിടെ നിൽക്കട്ടെ, ഈ പബ്ലിക് സർവൻസിനെതിരായിട്ട് കേസ് കൊടുക്കുമ്പോൾ പബ്ലിക് സർവൻസിന്റെ പ്രൊട്ടക്ഷനാണ് നമ്മള് ഇനി അത് എനിക്ക് തോന്നുന്നു 223 വരാൻ പോകുന്നേ ഉള്ളു. അപ്പൊ പഠിക്കും. ഈ ഇതിന്റെ ഒരു സ്വഭാവത്തൊരു പ്രൊട്ടക്ഷൻ അങ്ങോട്ടും കൂടെ ഇപ്പൊ നീട്ടിയിട്ടുണ്ട്. കോഗ്നിസൻസ് എടുക്കുന്ന സമയത്ത് ഇവർക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ ഇതെന്ന് പറയുന്നത് അൺനെസസറി ആയിട്ട് പബ്ലിക് സർവന്റിനെ കോടതിയിലോട്ട് പ്രോസിക്യൂഷനൊക്കെ വലിച്ചെടുക്കുന്നതിന് അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രൊട്ടക്ഷനാണ്. അപ്പൊ അതിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ the point is that offense is being committed while he is discharging his official duty ആയിരിക്കണം. അപ്പൊ അവിടെ പറയുന്നത് അങ്ങനെയാണ്, while acting or purporting to act in the discharge of his official duty. അങ്ങനെയാണെങ്കിൽ no court shall take cognizance except with the previous sanction of the government. സെൻട്രൽ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ ആ സാങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ കോഗ്നിസൻസ് എടുക്കാൻ പറ്റുള്ളൂ. അതായത് ജഡ്ജിനെതിരെയോ മജിസ്ട്രേറ്റിനെതിരെയോ പബ്ലിക് സർവന്റിനെതിരെയോ അവരുടെ ഡിസ്ചാർജിങ് ഒഫീഷ്യൽ ഡ്യൂട്ടി ആണെങ്കിൽ അവർക്കെതിരെ ഒരു ക്രിമിനൽ കേസ് കൊടുക്കണമെങ്കിൽ സാങ്ഷൻ വേണം. 197 സാങ്ഷൻ നമ്മൾ പറയും, ഇപ്പോഴത്തെ 218 സാങ്ഷൻ.
അതാണ് അതിനകത്ത് പറയുന്നത്. ഇനി അത് കുറച്ചുകൂടി എക്സ്പ്ലനേറ്ററി ആയിട്ട് നോക്കാൻ ചില പോയിന്റ് ഉണ്ട് അതിനകത്ത്, ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള പോയിന്റ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ provided that where the alleged offence was committed by a person referred to clause B during the period while proclamation issued under clause 1 of 356 Constitution was in force, the clause B will apply as if the express state government occurring therein the expression central government were substituted. അത് അത്ര ഇമ്പോർട്ടന്റ് കാര്യമൊന്നുമല്ല, പ്രൊക്ലമേഷൻ നിൽക്കുമ്പോഴുള്ള കാര്യമാണ്. പ്രൊവൈഡ് ഫർദർ ദാറ്റ് സച്ച് ഗവൺമെന്റ് ഷാൽ ടേക്ക് എ ഇതാണ് ഇമ്പോർട്ടന്റ്. അതായത് ഇത് മുമ്പ് ഇല്ലാതിരുന്ന ഒരു സംഗതിയായിരുന്നു. ഇത് ഒരു ന്യൂ പ്രൊവിഷനാണ്. അതിന്റെ കാര്യം വെച്ചാൽ സാധാരണഗതിയിൽ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് വരുന്നത് പോലീസ് ഓഫീസർക്ക് അവർക്കെതിരായിട്ടാണല്ലോ മിക്കപ്പോഴും വരുന്നത്. അപ്പൊ സാധാരണഗതിയിൽ പബ്ലിക് സർവന്റിനെതിരായിട്ടുള്ള ഒരു അന്യായം വന്നാൽ ഗവൺമെന്റിന് അവര് സാങ്ഷന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ സാങ്ഷൻ കൊടുക്കത്തില്ല. സാങ്ഷൻ കൊടുക്കില്ല എന്ന് മാത്രമല്ല, അതിന്റെ പുറത്തൊരു തീരുമാനം എടുക്കത്തില്ല. ഇപ്പൊ കോടതിക്കാണെങ്കിൽ കൊഗ്നിസൻസ് എടുക്കണമെങ്കിൽ പോലും ഈ സാങ്ഷൻ വേണം. അപ്പൊ കോടതി നോർമലി എന്താ ചെയ്യും? ദ കംപ്ലൈന്റ് ഈസ് ഡയറക്റ്റഡ് ടു പ്രൊഡ്യൂസ് ദി സാങ്ഷൻ ഓർഡർ എന്ന് എഴുതും. പക്ഷെ സാങ്ഷൻ കൊടുക്കത്തില്ല. അതിങ്ങനെ വർഷങ്ങളോളം നീണ്ടുപോകും അല്ലേ? അപ്പൊ അത് തടയിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പ്രൊവിഷൻ കൊണ്ടുവന്നത്. എന്താണ് പ്രൊവിഷൻ? പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് സച്ച് ഗവൺമെന്റ് shall take a decision within a period of 120 days from the date of receipt of the request for sanction, and in case it fails to do so, the sanction shall be deemed to have been accorded by the government. അതായത് സാങ്ഷന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ ആപ്ലിക്കേഷൻ കിട്ടി 120 ദിവസത്തിനകം അതിൽ തീരുമാനമെടുക്കണം. 120 ദിവസത്തിനകം തീരുമാനമെടുത്തില്ല എങ്കിൽ സാങ്ഷൻ ലഭിച്ചതായിട്ട് കൂട്ടും. അതാണ് ന്യൂലി ആഡ് പ്രൊവിഷൻ. മനസ്സിലായില്ലേ? അപ്പോ സാങ്ഷൻ തീരുമാനം എടുക്കണമെന്നേ പറയുന്നുള്ളൂ, സാങ്ഷൻ കൊടുക്കണമെന്ന് പറയുന്നില്ല. അപ്പൊ അത് എക്സിക്യൂട്ടീവ് ക്യാൻ റിജക്ട് ദി പ്രയർ ഫോർ സാങ്ഷൻ. അപ്പൊ അതിന്റെ പുറത്ത് പിന്നെ അവർക്ക് സുപ്രീം കോടതി പോകാൻ ഹൈക്കോടതി പോകാനേ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും അവർക്ക് ഇങ്ങനെ വെച്ചിട്ടിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ടൈം സ്റ്റിപ്പുലേറ്റ് ചെയ്തു, 120 days from the date of receive the request for the sanction, and if the government fails to do so, that it shall be deemed to be obtained. The sanction shall be deemed to be obtained at the court. അതാണ് പുതിയ പ്രൊവിഷൻ. ഇനി ഒന്നുകൂടെ പറഞ്ഞു, പ്രൊവൈഡഡ് ആൾസോ ദാറ്റ് no sanction shall be required of a public servant accused of any offence alleged to have been committed under section 64, 65, 66 ആ എന്യൂമറേറ്റ് പറഞ്ഞത് അതെല്ലാം സെക്ഷൽ ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് ഈ സാങ്ഷന്റെ ആവശ്യം ഇല്ല. പ്രത്യേകം പറയേണ്ട കാര്യമില്ല, കാരണം ഇതിന്റെ ഡിസ്ചാർജ് ഇതുവരെയല്ലോ, ഇതൊന്നും വരത്തില്ലല്ലോ. അപ്പൊ അത് വരേണ്ട കാര്യമില്ല. എന്നാലും എടുത്തു പറഞ്ഞിരിക്കുകയാണ്, ആ ഡിഫൻസ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പ്രൊവിഷൻ വെച്ചിരിക്കുന്നതാണ്. ഏതാ അല്ല അങ്ങനെ ഒരു തർക്കം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതാ ഒരു ഒഫീഷ്യൽ ഒരു ഡിസ്ചാർജ് ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാര്യം വെച്ചെന്നല്ലേ, ഇതിനകത്ത് വേറെ സംഗതി കൂടെ ഉണ്ട്. നമ്മൾ 197 പരിശോധിക്കുമ്പോൾ ആക്ച്വലി അവിടെ ഒരു നാരോ ലൈനാണ് ഉള്ളത്. അതായത് വെദർ ഇറ്റ് ഈസ് ഇത് ഡിസ്ചാർജ് ഒഫീഷ്യൽ ഡ്യൂട്ടി ആണോ അല്ലയോ എന്നുള്ളത് ഒരു നാരോ ലൈനേ ഉള്ളു അവിടെ. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പ്രതിയെ പിടിച്ചുകൊണ്ട് പോകുന്നു, ഒരു ലേഡി പ്രതിയെ പിടിച്ചുകൊണ്ട് പോകുന്നു. ലേഡി പ്രതിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവര് ഒരു നിയമപരമായിട്ടുള്ള ഒരു ഫോഴ്സ് ഉപയോഗിക്കുന്നു. ആ ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷേ ഇതുപോലത്തെ എന്തെങ്കിലും സെക്ഷൽ ഒഫൻസ് വേണേൽ അലർജി ചെയ്യാം, കളവായിട്ട് അലർജി ചെയ്യാം, വേണമെങ്കിൽ കളവായിട്ട് അലർജി ചെയ്യാം. അപ്പൊ പോലീസ് ഓഫീസർക്ക് ഇതാണ് ഒഫൻസ് എങ്കിൽ ഈ സാങ്ഷൻ വേണമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ പ്രൊവിഷൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഡിഫൻസ് എടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? കാര്യം അത് ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ വരുന്ന ഒഫൻസ് അല്ല എങ്കിലും, കാരണം ഇത് രണ്ടും 2 വെർഷനാണല്ലോ. ഉദാഹരണത്തിന് ഒരു തീഫിനെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു. ആ സമയത്ത് അയാൾ ബലം പ്രയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, അയാളെ ചിലപ്പോൾ ഉപദ്രവിക്കേണ്ടി വരുന്നു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗത്ത് നടക്കുന്നതാണ്. പക്ഷെ ഉപദ്രവിക്കുന്നത് അത് ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമാണോ അല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫാക്ട്സ് ഓഫ് ദ കേസ് ആണ് വരുന്നത്.
കാരണം അയാളെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇവർക്ക് നിയമപ്രകാരമുള്ള ലോഫുൾ ആയിട്ടുള്ള ഫോഴ്സ് ഉപയോഗിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ അത് എന്തുമാത്രം എക്സ്റ്റെൻസീവ് ആയിട്ടാണ് ഉപയോഗിച്ചത് എന്നുള്ള ക്വസ്റ്റ്യൻ വരും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു തർക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചത്. നമ്മൾ ഒരു കോമൺ മാൻ തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമല്ല വരുന്നത്. പക്ഷെ പ്രശ്നം വരുന്നത് എങ്ങനെ വെച്ചാല് ഈ കേസ് ആസച്ച് ശരിയാണ് എന്ന നിലയിലല്ലല്ലോ പോകുന്നത്. അതിന് കൗണ്ടർ ആർഗ്യുമെന്റ് വരാം, ഇന്ന ഫാക്റ്റ് ആണ്, അതുകൊണ്ട് ഇതെല്ലാം ഈ ഒഫീഷ്യൽ മാർഗത്തിലൂടെ ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്തപ്പോൾ ഉണ്ടാകുന്ന കാര്യമായതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അത് പറയാം. ഇപ്പൊ ഉദാഹരണം ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. അതായത് ഒരു 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 കൊലക്കേസ് പ്രതിയെ പിടിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു. പിടിച്ചു പോകുന്ന വഴിക്ക് അയാൾ ആയിട്ട് ബലപ്രയോഗം നടത്തി. അയാള് ഇവരെ പോലീസുകാർ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അയാൾ ഉപദ്രവിച്ചപ്പം അയാളുടെ കൈ ഒടിഞ്ഞു എന്ന് വരിക. അപ്പൊ 326 വന്നു. ആ 326 വരുമ്പോൾ 326 inflicting grievous hurt is not part of the discharge of official duty, but it has happened during the course of in the discharge of official duty ആണ്. അപ്പൊ ഇതെല്ലാം ഒഫൻസ് വന്നു കഴിയുമ്പോഴാണ് ഫർദർ ക്വസ്റ്റ്യൻ. അതായത് when we are considering that it is an offense, that offense is being committed in the course of in the discharge of his official duty. ഡിസ്ചാർജ് ഓഫീഷ്യൽ ഡ്യൂട്ടിയിൽ ഒഫൻസ് വരുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. അല്ലെ, ഒഫൻസ് വരുന്നത് ഒരിക്കലും ഓഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമല്ല എന്ന് കണ്ടന്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ. കാരണം എന്താ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അഡ്മിറ്റഡ്ലി there is an offense, but the offense in the victim he sustained a grievous hurt. But question is whether that being happened in the course of discharging his official duty ആണെങ്കിൽ സാക്ഷ്യം വേണം. ഒഫീഷ്യൽ ഡ്യൂട്ടി ആണ്, ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ ചെയ്തത് കൊണ്ട് അയാളെ അക്വിറ്റ് ചെയ്യണമെന്നല്ല പറയണത്. അയാളെ ട്രയൽ നടത്താൻ, അയാളുടെ ഒഫൻസിന് കംപ്ലൈന്റിന് കൊഗ്നൈസൻസ് എടുക്കാൻ ഒരു സാക്ഷ്യം വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ ഒഫൻസ് ആയതുകൊണ്ട് ഒഫീഷ്യൽ ഡ്യൂട്ടി അല്ല എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. ഒഫൻസുകളെ ആണ് നമ്മൾ ഒഫീഷ്യൽ ഡ്യൂട്ടിയിലാണോ ചെയ്തതെന്ന് പരിശോധിക്കുന്നത്. അപ്പൊ only for the reason that an offense has been committed by an accused who is a public servant, it cannot be said that it is not in the part of the discharge of official duty. So the question to be considered is that whether that offense has been committed in the discharge of official duty. അങ്ങനെ വരുമ്പോഴേ വരുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രൊവിഷൻ വരുന്നത്. Then നെക്സ്റ്റ് അടുത്തത് ആംഡ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നോ കോർട്ട് ഷാൽ ടേക്ക് കോഗ്നിസൻസ് ഓഫ് an offence alleged to have committed by any member of armed force or union while acting or purporting to act in the discharge of official duty except with the previous sanction of the central government. പട്ടാളക്കാര് അവർ ഡ്യൂട്ടി സമയത്ത് ഒരു ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെന്റ് സാങ്ഷനാണ്. അടുത്തത് ഇമ്പോർട്ടന്റ് എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഡയറക്റ്റ് that the provisions of subsection 2 shall apply to such a class or category of the members of the forces charged with the maintenance of public order as may be specified therein, wherever they may be serving, and thereupon the provisions of that subsection will apply as if for the expression central government occurring therein expression state government were substituted. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇട്ട് ബൈ സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ട് ഈ സെക്ഷൻ 2 അതായത് ആംഡ് ഫോഴ്സിന്റെ ആപ്ലിക്കേഷൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞു. ആ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ പറയുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഉള്ള ഓഫൻസിന് അതിന് സാങ്ഷൻ വേണ്ടി വരും. സിമിലർലി ഫോർ നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 3, no court shall take cognizance of any offense alleged to have been committed by any member of force charged with the maintenance of public order in a state while acting or purporting to act in the discharge of his official duty during the period while proclamation issued under clause 1 356 of the constitution was in force therein except the previous of the central government. അതായത് പ്രൊക്ലമേഷൻ പീരീഡ് നിൽക്കുമ്പോൾ അവിടെ ഒരു ചോദ്യം വരും സാധാരണ. അതായത് സപ്പോസ് ഒരു വലിയ സമരം നടക്കുന്നത് കരുതുക, ഏതെങ്കിലും ഒരു പബ്ലിക് ഓഫീസിന് മുമ്പിൽ വലിയ സമരം നടക്കും. അവിടെ ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് പോലീസ് ഇവിടുത്തെ കേരളത്തിലെ പോലീസിനെ വിന്യസിപ്പിച്ചിരിക്കുന്നു എന്ന് കരുതുക. സമരം അക്രമസക്തമാകുന്നു, അവര് പോലീസുമായിട്ട് ഏറ്റുമുട്ടുന്നു, പോലീസ് അവരെ അടിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോ
സാധാ പോലീസ് ഓഫീസർമാർ കൂടെ അതിനകത്തുണ്ടാവുമല്ലോ, സാധാ പോലീസ് ഓഫീസർമാർ കൂടെ വരും. അപ്പൊ ഇവിടെ പറയുന്ന ആരൊക്കെയാണ് സാക്ഷ്യം വേണമെന്ന് പറയുന്നത്? When any person who is a judge, magistrate or public servant not removable from his office save by with the sanction of the government. അതായത് ഒരാളെ സർവീസിൽ നിന്ന് മാറ്റണമെങ്കിൽ ഗവൺമെന്റ് സാങ്ഷനോട് കൂടിയുള്ളവരെ ആരാണോ അവരെയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സബ് ഇൻസ്പെക്ടർ പോലീസിനെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവ് വേണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി ഓർഡേഡ് ബൈ ദ DGP. അപ്പൊ അങ്ങനെ വരുമ്പോ സബ് ഇൻസ്പെക്ടർ ഇതിനകത്ത് വരത്തില്ല. ഒരു കാരണം സബ് ഇൻസ്പെക്ടർ ഈസ് നോട്ട് ആൻ ഓഫീസർ ഹു ഈസ് റിമൂവബിൾ ഓൺലി വിത്ത് ദ ഓർഡർ ഓഫ് ദി ഗവൺമെന്റ്. ഹി ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ DGP. അപ്പൊ അത്തരം കാറ്റഗറി ഓഫ് ഓഫീസേഴ്സ് മാത്രമേ തന്നെ വരുള്ളൂ. അപ്പൊ ഈ സാധാ പോലീസ് ഓഫീസർമാരെ എങ്ങനെ ഈ പ്രൊട്ടക്ഷൻ കൊടുക്കും? ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പബ്ലിക് സമരം നടക്കുന്നു, സമരം അക്രമാസക്തമാകുന്നു, ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവർ ലാത്തി കൊണ്ട് അടിക്കുന്നു, ഒരുത്തന്റെ ചെവി കൊട്ടുന്നു, അല്ലെങ്കിൽ കാലൊടിയുന്നു, അവർക്കെതിരെ കേസ് വരുന്നു. അപ്പൊ വെദർ they have been protected under the provision of section 218, ആ ക്വസ്റ്റ്യൻ വരും അല്ലേ? അപ്പൊ അതിനാണ് ഈ ക്ലോസ് 3ലും ക്ലോസ് 4ലും പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ പബ്ലിക് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസേഴ്സിനെ സാക്ഷ്യം വേണമെന്ന് പ്രത്യേക നോട്ടിഫിക്കേഷൻ വരാം. അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഈ പിന്നെ കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് പിന്നെ ഇറക്കിയിട്ടുണ്ട്. അതൊരു ഡിസിഷൻ ഉണ്ട്. അത് 2010 പാർട്ട് 3 KLT 437. അതില് ഈ നമ്മുടെ ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പൊ അത് 197ന്റെ അത് പഴയ 197ന്റെ സാങ്ഷൻ ഞാൻ പറയുന്ന ഓഫീസർക്ക് കിട്ടില്ല എങ്കിലും ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം, അതായത് ദാറ്റ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ആസ് പെർ സെക്ഷൻ 197 സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ പബ്ലിക് പാർട്ട് 3 KLT 437. ആ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് ഉള്ളത്? ഹോം ഡിപ്പാർട്ട്മെന്റ് in the exercise of the powers conferred by subsection 3 of 197 of CRPC, the government of Kerala hereby direct that the provisions of subsection 2 of this section shall apply to all members of Kerala State Police charged with the maintenance of the public order. അപ്പൊ ആ ഇതനുസരിച്ചിട്ട്
പിന്നെ കോടതി പറഞ്ഞു, ഇഫ് എ മെമ്പർ ഓഫ് കേരള പോലീസ് ഹാസ് കമ്മിറ്റഡ് ആൻ ഒഫൻസ് വൈൽ ആക്ടിംഗ് ഓർ പർപ്പട്ടിംഗ് ടു ആക്ട് ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടി, ദ കോർട്ട് ഈസ് പ്രിക്ലൂഡഡ് ഫ്രം ടേക്കിംഗ് കോഗ്നിസൻസ് സച്ച് ഒഫൻസ് എക്സെപ്റ്റ് ദ പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോ ആദ്യത്തേല് 2 വരില്ല എങ്കിലും 3 പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് കേരള പോലീസ് ഹാവ് ബീൻ പ്രൊട്ടക്റ്റഡ് വൈൽ ദേ ആർ ആക്ടിംഗ് ഡിസ്ചാർജിംഗ് ഒഫീഷ്യൽ ഡ്യൂട്ടി മെയിൻറ്റെയിനിങ് ദ പബ്ലിക് ഓർഡർ. അങ്ങനെയാണെങ്കിൽ കിട്ടുള്ളൂ, മനസ്സിലായി? അല്ലെങ്കിൽ എല്ലാ പേഴ്സണും കിട്ടത്തില്ല. ഏതിനാ? പിന്നെ അത് ആപ്ലിക്കബിൾ ആയിട്ട് വരും. ടൈം റെസ്ട്രിക്ഷൻ ഇപ്പൊ പുതിയ VNSS വന്നതല്ലേ, ആപ്ലിക്കബിൾ ആയിട്ട് വരും. ടൈം റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് അത് ഇല്ല എങ്കിൽ ഡീംഡ് സാങ്ഷൻ ആയിട്ട് കൂട്ടണമല്ലോ. Then clause 5, the central government or the state government may determine the person by whom, the manner in which the offence for the prosecution of judge or public servant is to be conducted and may specify the court before the trial to be conducted. അവരാണെങ്കിൽ ഏത് കോടതിയിലാണ് ട്രയൽ നടത്തണമെന്നുള്ള സ്പെസിഫൈ ചെയ്യണമെന്നുള്ളത്. യെസ്, അതാണ് 218 വരുന്നത്. അതിനകത്ത് വരുന്നത് പബ്ലിക് സർവന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇപ്പൊ പുതിയ ഡെവലപ്മെന്റ് അനുസരിച്ചിട്ട് സാങ്ഷൻ 120 ഡേയ്സിനുള്ളിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഡീംഡ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ പബ്ലിക് സർവന്റ് പറയുന്ന കാര്യം ഇൻ ദ കോഴ്സ് ഓഫ് ഡിസ്ചാർജിങ് ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടി ആണ് വരുന്നത്. പിന്നെ ഇതും നമ്മൾ 223 പോകുമ്പോൾ ഒരു സിമിലർ സാധനം അവിടെയും വരും, ഒരു ഫർദർ പ്രൊട്ടക്ഷൻ. ഇത് കോഗ്നിസൻസ് എടുക്കുന്നതിന് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് പുതിയ നിയമത്തില് പുതിയ BNS അനുസരിച്ച് അവിടെയും ഒരു പ്രൊട്ടക്ഷൻ അഡീഷണൽ ആയിട്ട് പബ്ലിക് സർവൻസിന് കിട്ടുന്നുണ്ട്. ഇതാണ്. ദെൻ അടുത്തത് ഇനി വരുന്നത് എല്ലാം ഈ പെർട്ടിക്കുലർ ഒഫൻസിനെ സംബന്ധിച്ചിട്ടുള്ള പിന്നെ 221 എന്നുള്ളത് ആദിത്യ ലക്ഷ്മി ഉണ്ടോ? 221 BNS ആണോ സാർ? 221 നമ്മൾ BNSS അല്ലേ എടുത്തിട്ടിരിക്കണേ? 219 വായിച്ചില്ല, 218 അല്ലേ? ഓ സോറി, 219 ആണ് അല്ലേ? ഓക്കെ, 219 വായിക്കും. 219 വായിക്കും. അത് 219. Section 219, prosecution for offences against marriage. Clause 1, no court shall take cognizance of an offence punishable under section 81 to 84, both inclusive of Bharatiya Nyaya Samhita 2023, except upon a complaint made by some person aggrieved by the offence, provided that clause A, where such person is a child or is of unsound mind or is having intellectual disability requiring higher support needs or is from sickness or infirmity unable to make a complaint, or is a woman who, according to the local custom and manners, ought not be compelled to appear in public, some other person may, with the leave of the court, make a complaint on his or her behalf. ഇത് ഈ സർട്ടൺ ഒഫൻസിനെ സംബന്ധിച്ചുള്ള മാരേജുമായിട്ട് ബന്ധപ്പെട്ട ഒഫൻസിനെ സംബന്ധിച്ചുള്ള പിന്നെ ഒരു പ്രൊവിഷനാണ് 81 to 84. നമുക്ക് അതൊന്ന് നോക്കാം ആദ്യം. ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഹെഡിങ് ഒന്ന് നോക്കാം. എന്താണ് 81? 81 എന്ന് പറയുന്നത് പഴയ 493 ആണ്. അതായത് cohabitation caused by a man deceitfully inducing belief of lawful marriage.
82, marrying again during the lifetime of husband or wife. ബൈഗമി എന്ന് പറയുന്നത്. Then 83, marriage ceremony fraudulently gone through without lawful marriage. 84, enticing, taking away, detaining with criminal intent a married woman. അപ്പൊ ഈ പറയുന്ന ഒഫൻസുകളൊക്കെ എന്താണ്? നോ കോർട്ട് ഷാൽ ടേക്ക് കോഗ്നിസൻ എക്സെപ്റ്റ് അപ്പോൺ എ കംപ്ലൈന്റ് ബൈ സം പേഴ്സൺ അഗ്രീവ്ഡ് ബൈ ദി ഒഫൻസ്. എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല. സം പേഴ്സൺ അഗ്രീവ്ഡ് ബൈ ദി ഒഫൻസ്. ഇനി പ്രൊവൈഡഡ് ദാറ്റ് എന്താണ്? സപ്പോസ് ആ പേഴ്സൺ ചൈൽഡ് ആകുകയോ അല്ലെങ്കിൽ മെന്റലി അല്ലെങ്കിൽ അൺസോൺമെന്റ് ആയിരിക്കുകയോ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഒക്കെ ഉണ്ടാണെങ്കിൽ, ഒരു ഹയർ സപ്പോർട്ട് ആവശ്യമുള്ളതൊക്കെ ആണെങ്കിൽ, സിക്നെസ്സോ ഇൻഫെമിറ്റിയോ unable to make the complaint ആണെങ്കിൽ, or woman who according to the custom പുറത്തിറങ്ങാൻ പറ്റാത്ത, കസ്റ്റമറി ആയിട്ടുള്ള പുറത്തിറങ്ങാൻ പറ്റാത്ത ഏതെങ്കിലും സ്ത്രീ ആണെങ്കിൽ എന്ത് ചെയ്യാം? other person, some other person may with the leave of the court make a complaint on his or her behalf. അപ്പോൾ generally rule is that the complaint should be filed by the person aggrieved. അല്ല എങ്കിൽ ഈ പറഞ്ഞ ഡിഫക്റ്റ് ഉള്ള, ഡിസബിലിറ്റി ഉള്ളതാണെങ്കിൽ വേറെ ആർക്ക് വേണേലും കൊടുക്കാം, ബട്ട് വിത്ത് ദ ലീവ് ഓഫ് ദി കോർട്ടാണ്, കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ബിയിലോട്ട് വരുമ്പോൾ, വേർ സച്ച് പേഴ്സൺ ഈസ് ദ ഹസ്ബൻഡ്, അതായത് അഗ്രീവ്ഡ് പേഴ്സൺ ഹസ്ബൻഡ് ആണ്, and he is serving in any of the armed force or union under the conditions which are certified by his commanding officer as precluding him from obtaining leave of absence to enable him to make a complaint in person. അതായത് ഈ പറയുന്ന അഗ്രീവ്ഡ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനാണെങ്കിൽ അയാൾക്ക് ലീവ് എടുത്ത് ഇവിടെ വരാൻ കഴിയില്ല എന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ സം അതർ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ ഹസ്ബൻഡ് ഇൻ അക്കോർഡൻസ് ദ പ്രൊവിഷൻ സബ്സെക്ഷൻ 4 മേ മേക്ക് എ കംപ്ലൈന്റ് ഓൺ ബിഹാഫ്. അപ്പോൾ generally speaking that should be moved by the husband complaint if the allegation is against his wife. അങ്ങനെയാണെങ്കിൽ against any other person, അങ്ങനെയാണെങ്കിൽ ആംഡ് ഫോഴ്സിലാണെങ്കിൽ അയാൾക്ക് കോടതിയിൽ ഹാജരാകാൻ നിവൃത്തിയില്ല എന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ അയാൾക്ക് വേറൊരാളെ കൊണ്ട് ഈ അന്യായം മൂവ് ചെയ്യാനായിട്ട് പറ്റും. അത് സബ്സെക്ഷൻ 4 വിധേയമായിട്ടുള്ളതാണ്. നമുക്ക് വരാനിലേക്ക്. Then for the purposes of no person other than the husband of the woman shall be deemed to be aggrieved by any offense punishable under section 84. 84 എന്ന് പറഞ്ഞാൽ എന്താണ്? 84 എൻഡൈസിങ്, അതായത് ഒരു കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടു പോവുക. എൻഡൈസിങ് വുമൺ ഇല്ലിസിറ്റ് ഇന്റർകോഴ്സിന് വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടു പോവുക. അങ്ങനെ തട്ടിക്കൊണ്ടുപോയാൽ, അങ്ങനെയാണെങ്കിൽ അവിടെ അഗ്രീഡ് പേഴ്സൺ ആരാണ്? ഹസ്ബൻഡ് ആണ്. For the purpose of saying no person other than the husband of woman shall be deemed to be aggrieved by any offense punishable under section 84. അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം. ഫോർ സെക്ഷൻ 84 IPCക്ക് കംപ്ലൈന്റ് മൂവ് ചെയ്യാനുള്ള അർഹത അഗ്രീവ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആണ്. അപ്പൊ ചിലപ്പോൾ അങ്ങനെ ചോദിക്കുക. സപ്പോസ് എ മാരീഡ് വുമൺ ഈസ് ടേക്കൺ അവേ ബൈ എൻഡൈസിങ് ഫോർ ദി പർപ്പസ് ഓഫ് ഹാവിംഗ് ഇല്ലിസിറ്റ് ഇന്റർകോഴ്സ് വിത്ത് എ പേഴ്സൺ ഹു ക്യാൻ മൂവ് ദ കംപ്ലൈന്റ്. അപ്പൊ ദ ഫാദർ ഓഫ് ദി വിക്ടിം, അല്ലെങ്കിൽ ബ്രദർ ഓഫ് ദ വിക്ടിം, അല്ലെങ്കിൽ സൺ ഓഫ് ദ വിക്ടിം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓഫ് ദ വിക്ടിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓൺലി പേഴ്സൺ ഹു ഹാസ് ഗോട്ട് പവർ ടു മൂവ് ദ കംപ്ലൈന്റ് ഈസ് ദി ഹസ്ബൻഡ്. അതാണ് 219 ക്ലോസ് 2. ഇനി ക്ലോസ് 3 എന്ന് വായിക്കൂ. സിഗ്മ എന്ന് വായിക്കൂ. When in any case falling under clause A of the proviso to subsection 1, the complaint is sought to be made on behalf of a child or of a person of unsound mind by a person who has not been appointed or declared by a competent authority to be the guardian of the child
or the person of unsound mind, and the court is satisfied that there is a guardian so appointed or declared, the court shall, before granting the application for leave, cause notice to be given to such a guardian and give him a reasonable opportunity of being heard. അതായത് നമ്മൾ ക്ലോസ് പ്രൊവൈസോയിൽ പറഞ്ഞത് ചൈൽഡോ അല്ലെങ്കിൽ മെന്റൽ ഡിസബിലിറ്റിയോ ഫിസിക്കൽ ഡിസബിലിറ്റിയോ ഒരാളിന് വേറെ ഒരു പേഴ്സണിന് വിത്ത് ലീവ് ഓഫ് ദ കോർട്ട് കോടതിയിൽ അന്യായം മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കേസിൽ ആ മൂവ് ചെയ്യുന്നയാൾ, ഇപ്പൊ ചൈൽഡിന്റെ കേസിലാണെങ്കിൽ ഗാർഡിയൻ, ആ ഗാർഡിയൻ suppose he is not a legally appointed guardian and there is a legally appointed guardian, അവിടെ വേറൊരു ലീഗലി അപ്പോയിന്റഡ് ഗാർഡിയൻ ഉണ്ടെങ്കിൽ ഈ ആള്, അതായത് കോടതിയിൽ അപ്രോച്ച് ചെയ്തയാൾ ലീഗൽ ഗാർഡിയൻ അല്ലാതിരിക്കുകയും വേറൊരു ലീഗൽ ഗാർഡിയൻ അപ്പോയിന്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലീഗൽ ഗാർഡിയന് ഒരു നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുത്തിട്ട് അയാളെ കൂടെ കേട്ടതിന് ശേഷം മാത്രമേ ഇത് ലീവ് കൊടുക്കാവൂ. അതാണ് ക്ലോസ് 3 പറയുന്നത്. ഈ ക്ലോസ് 4 നമ്മൾ നേരത്തെ പഠിച്ച ആംഡ് പേഴ്സന്റെ ഓതറൈസേഷന്റെ കാര്യം പറഞ്ഞു. എന്താണ് ക്ലോസ് 4? ദി ഓതറൈസേഷൻ റെഫേർഡ് ഇൻ ക്ലോസ് ബി. അതായത് ക്ലോസ് ബി എന്ന് പറയുന്നത് കമാൻഡിങ് ഓഫീസറെ അയാൾക്ക് അവിടെ വരാൻ കഴിയില്ല, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാകാൻ പറ്റില്ല, അതിനൊരു സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറയുന്നത്. ആ ഓതറൈസേഷൻ റെഫേർഡ് ടു ക്ലോസ് ബി ഓഫ് പ്രൊവൈസോ ടു സബ്സെക്ഷൻ 1 ഷാൽ ബി ഇൻ റൈറ്റിംഗ്, ഷാൽ ബി സൈൻഡ് ഓർ അതർവൈസ് അറ്റസ്റ്റഡ് ബൈ ദ ഹസ്ബൻഡ് and shall containing a statement to the effect that he has been informed of the allegations upon which the complaint is to be founded, shall be countersigned by the commanding officer and shall be accompanied by a certificate signed by the officer to that effect that the leave of the absence for the purpose of making complaint in the person cannot for the time being be granted to the husband. അപ്പോൾ വളരെ നിസ്സാരപ്പെട്ട കാര്യമല്ല ഇത്. എന്താണ്, ഇങ്ങനെ ഒരു മാരിറ്റൽ ഒഫൻസ് ആയതുകൊണ്ട് അയാൾക്ക് ലീവ് എടുത്ത് വരാൻ പറ്റിയില്ലെങ്കിലും അയാൾ ഈ പറഞ്ഞ അലിഗേഷൻസ് ഒക്കെ വായിച്ചു മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വേണം. അത് കൗണ്ടർ സൈൻ ചെയ്യണം, കമാൻഡ് ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്യണം. അങ്ങനെ ഒരു ആബ്സെൻസ് അയാൾക്കുണ്ട്, അതുകൊണ്ട് അത് അവിടെ ഫോർ ദ ടൈം ബീയിങ് അങ്ങനെ ഒരു സംഭവം ഇല്ല, അയാൾക്ക് വരാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ട് സർട്ടിഫിക്കറ്റ് വേണം. അത് കൗണ്ടർ സൈൻ ചെയ്യണം. കൗണ്ടർ സൈൻ ചെയ്ത് മാത്രം പോരാ, ഈ പറയുന്ന അലിഗേഷൻ, അതായത് അന്യായം മൂവ് ചെയ്യാനുള്ള അലിഗേഷൻ സംബന്ധിച്ചിട്ട് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്ന് കൂടി എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ പറ്റുള്ളൂ. അതിന്റെ കണ്ടിന്യൂഷൻ പറഞ്ഞു, എനി ഡോക്യുമെന്റ് പർപ്പട്ടിംഗ് ടു ബി സച്ച് ഓതറൈസേഷൻ, ക്ലോസ് 4 പറഞ്ഞ ഓതറൈസേഷൻ ആൻഡ് കംപ്ലൈന്റ് വിത്ത് ദ പ്രൊവിഷൻ സബ്സെക്ഷൻ 4 ആൻഡ് എനി ഡോക്യുമെന്റ് പർപ്പട്ടിംഗ് ടു ബി സർട്ടിഫിക്കറ്റ് റെക്കോർഡ് ബൈ സബ്സെക്ഷൻ ഷാൽ അൺലെസ് ദ കോൺട്രി ഈസ് പ്രൂവ്ഡ് ബി പ്രിസ്യൂംഡ് ടു ബി ജെനുവിൻ ഷാൽ ബി റിസീവ്ഡ് ഇൻ എവിഡൻസ്. അതായത് പറഞ്ഞ മറ്റേയാൾക്കാണ്, ആരാണോ ഡിസ്പ്യൂട്ട് ചെയ്യുന്നത് അയാൾക്കാണ് അത് 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 ശരിയായ ഡോക്യുമെന്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത. അല്ലെങ്കിൽ അത് ഷാൽ ബി റിസീവ്ഡ് ഇൻ എവിഡൻസ് എന്നാണ് പറയുക. ഷാൽ ബി റിസീവ്ഡ് ഇൻ എവിഡൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ആയിട്ട് വരും. അതിന് പിന്നെ വേറെ പ്രത്യേക മാർക്ക് ചെയ്യാനുള്ള തെളിവിലെടുക്കാനുള്ള വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. അടുത്തത്, no court shall take cognizance of offence under section 64 of the Bharatiya Nyaya Sanhita, where such offence consists of a sexual intercourse by a man with his own wife, the wife being under the age of 18 years of age if more than 1 year has elapsed from the date. അത് 64 എന്ന് പറഞ്ഞ റേപ്പ് ആണ്. അവിടെ ഒരു ഇത് വെച്ചിരിക്കുന്നത്, no court shall take cognizance of offence 64 ഒഫൻസ് where such offence consists of a sexual intercourse by a man with his own wife, the wife being under the 18 years of age. അങ്ങനെയാണെങ്കിൽ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട്. എന്താണ്, മോർ ദാൻ 1 year ഹാസ് എലാപ്സ്ഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് കമ്മീഷൻ. കമ്മീഷൻ ഓഫ് ഒഫൻസിനുള്ളിൽ 1 വർഷത്തിനുള്ളിൽ അവർ കംപ്ലൈന്റ് കൊടുക്കണം. 1 വർഷത്തിനുള്ളിൽ കൊടുത്തില്ല എങ്കിൽ കോഗ്നിസൻസ് എടുക്കാൻ കഴിയില്ല. എന്താ റേപ്പ് കേസിലെ കാര്യമാണ് പറയുന്നത്, ഇഫ് ദ വൈഫ് ഈസ് അണ്ടർ ദ ഏജ് ഓഫ് 18 years. ഇനി മേൽ പറഞ്ഞ ഒഫൻസിന്റെ എല്ലാ അബറ്റ്മെന്റ്, അറ്റംപ്റ്റ് എല്ലാം ഈ സെയിം പ്രിൻസിപ്പിൾ തന്നെ ബാധകമാകും. അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, മാരേജുമായിട്ട് ബന്ധപ്പെട്ട ഒഫൻസിന് പ്രത്യേകമായി ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട്. കോഗ്നിസ് എടുക്കുന്നതിന് ബാറുണ്ട്. എല്ലാവർക്കും കയറി അത് അന്യായം കൊടുക്കാൻ പറ്റത്തില്ല. നാട്ടിലുള്ള ആർക്കെങ്കിലും കയറി ഒരു അന്യായം കൊടുക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് പിന്നെ
ബൈഗമി അതേപോലുള്ള ഒഫൻസിലൊക്കെ നോക്കി നിൽക്കുന്നവർക്ക് ചാടിക്കയറി കൊടുക്കാൻ പറ്റത്തില്ല. അതിനകത്ത് അഗ്രീഡ് പേഴ്സൺ ആരാണോ അത് കൊടുക്കണം. അഗ്രീഡ് പേഴ്സണ് അയാൾക്ക് വേറെ പേഴ്സണെ ഓതറൈസ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡർ ക്ലോസ് 1 പറയുന്ന ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ പറ്റും, ചൈൽഡ് ആണെങ്കിൽ പറ്റും. അത് വേറെ ഒരാൾക്ക് ചൈൽഡിന്റെ കാര്യത്തിലും ഡിസബിലിറ്റിയുടെ കാര്യത്തിലും വേറെ ആളാണെങ്കിൽ കോടതിയുടെ ലീവോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. Suppose in the case of child, there is a legally guardian appointed by the competent authority, and the person who has approached the court is not the legal guardian, then the court should issue a notice to the legal guardian appointed by the competent authority, and after giving an opportunity being heard, then only leave can be granted. Power of attorney വേണ്ട, പവർ ഓഫ് അറ്റോർണി പിന്നെ വേണ്ടല്ലോ. അത് വേണം. അല്ല, പവർ ഓഫ് അറ്റോർണി കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതായത് പവർ ഓഫ് അറ്റോർണി കൊടുക്കാം. അങ്ങനെ വെച്ചാൽ സാധാരണ കേസിൽ നമ്മൾ മറ്റേ പ്രിൻസിപ്പൽ അനുസരിച്ച് എനി പേഴ്സൺ ഹു ക്യാൻ സെറ്റ് ദി ലോ ഇൻ ക്രിമിനൽ മോഷൻ എന്ന തരത്തിൽ പവർ ഓഫ് അറ്റോർണി കൊടുക്കാം. പക്ഷെ പവർ ഓഫ് അറ്റോർണി കൊടുക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഈ 132 കേസിലൊക്കെ പവർ ഓഫ് അറ്റോർണി കൊടുക്കാറുണ്ടല്ലോ. പവർ ഓഫ് അറ്റോർണി കൊടുക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റിൽ പവർ ഓഫ് അറ്റോർണി ഹോൾഡർ മസ്റ്റ് ഹാവ് സ്റ്റേറ്റഡ് ദാറ്റ് ഹി ഈസ് അവെയർ ഓഫ് ദി കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ. അങ്ങനെ മാത്രമേ പവർ ഓഫ് അറ്റോർണി കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ പേഴ്സൺ സപ്പോസ് എ കമ്പനി അല്ലെങ്കിൽ അതേപോലെ ഫേം, അവർക്കൊക്കെ പവർ ഓഫ് അറ്റോർണി വെച്ച് കൊടുക്കാൻ പറ്റും. ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് അഗ്രീഡ് പേഴ്സൺ തന്നെ കൊടുക്കണമെന്നാണ്. അപ്പൊ ഈവൻ വിത്തൗട്ട് ദി സപ്പോർട്ട് പവർ ഓഫ് അറ്റോർണി ആവശ്യമില്ല. പവർ ഓഫ് അറ്റോർണി ആവശ്യമില്ല. കാര്യം അയാൾ തന്നെ കൊടുക്കണം. പിന്നെ മറ്റൊരാൾക്ക് കൊടുക്കാൻ സ്പെസിഫിക് പ്രൊവിഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പവർ ഓഫ് അറ്റോർണി വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. ഈ പ്രൊവിഷൻസ് പറ്റത്തില്ല. കാരണം എന്താ? കാരണം അയാൾ തന്നെ കൊടുക്കണമെന്നാ പറയുന്നത്. അയാൾക്ക് ലീവ് കിട്ടില്ല എങ്കിൽ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പറഞ്ഞ പിന്നെ പവർ ഓഫ് അറ്റോർണി വെച്ച് എങ്ങനെ കൊടുക്കാൻ പറ്റണേ? അത് കൊടുക്കാൻ പറ്റത്തില്ല. മൈനറിന് എങ്ങനെ പവർ ഓഫ് അറ്റോർണി ആണ് കൊടുക്കുന്നത് ഗാർഡിയൻ? അല്ല, മൈനറിന് പവർ ഓഫ് അറ്റോർണി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. മൈനർ ക്യാനോട്ട് എക്സിക്യൂട്ട് പവർ ഓഫ് അറ്റോർണി. അതായത് ഇതിനകത്ത് പറയുന്നത് മൈനറിന് പകരം വേറൊരാൾക്ക് കൊടുക്കാം. ഒരു ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗാർഡിയനും ലീഗലി അപ്പോയിന്റ് ചെയ്തിട്ടില്ല എങ്കിൽ വേറൊരാൾക്ക് കൊടുക്കാം. ലീവ് വേണം. പക്ഷെ നമ്മൾ പറഞ്ഞ എവിടെയാ, സപ്പോസ് ആ മൈനറിന് ഒരു ലീഗൽ ഗാർഡിയൻ ഉണ്ടെന്ന് കരുതുക. ഇപ്പൊ പേരൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്, പിന്നെ ലീഗൽ ഇവിടെ പറഞ്ഞതാണോ? ഇല്ല സാർ, ഇല്ല. അതായത് പിന്നെ ഈ ഓപ്പർച്യൂണിറ്റി ലീഗൽ ഗാർഡിയന് കൊടുക്കണമെന്ന് പറഞ്ഞ് ലീഗൽ ഗാർഡിയൻ ഓൾറെഡി ഉണ്ട്. പക്ഷെ അയാൾ കോടതിയിൽ ഹാജരാകുന്നില്ല, മൂവ് ചെയ്യാൻ ഹാജരാകുന്നില്ല. അതിന് പകരം വേറൊരാൾ ഹാജരാകുന്നു. അയാൾക്ക് മൂവ് ചെയ്യാം, പക്ഷെ അത് ലീവ് വേണം. ആ ലീവ് കൊടുക്കുന്നതിന് മുമ്പ് ലീഗൽ ഗാർഡിയൻ ഉണ്ടെങ്കിൽ ആ ലീഗൽ ഗാർഡിയന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, അത്രേ പറയുന്നുള്ളൂ. പക്ഷെ ലീഗൽ ഗാർഡിയൻ ഇല്ല എങ്കിൽ വേറെ ആൾക്ക് കൊടുക്കാം. അതാണല്ലോ ക്ലോസ് പറയണത്. അതായത് when such a person is a child or is unsound mind or is having intellectual disability requiring higher support needs or is from sickness or infirmity unable to make a complaint. അപ്പോ ഇവിടെ പറയുന്നത് ഇൻഫർമിറ്റി വന്ന് സിക്നെസ് ആയാലും മതി, അതേപോലെ ഒരു പെർമനന്റ് ഡിസബിലിറ്റി വേണമെന്നുമില്ല. അൺഎബിൾ ടു മേക്ക് എ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻഫർമിറ്റി ഉണ്ടെങ്കിൽ മതി, ഒരു സിക്നെസ് ആയാലും മതി. ഓർ ഇസ് എ വുമൺ അക്കോർഡിംഗ് ടു ദി ലോക്കൽ സബോർഡ് ഓർ നോട്ട് ടു ബി കമ്പൽ ടു അപ്പിയർ ഇൻ പബ്ലിക് സം അതർ പേഴ്സൺ, അങ്ങനെ പറയുന്നുള്ളൂ. അവിടെ ഗാർഡിയൻ വേണമെന്ന് പറയുന്നില്ല. സം അതർ പേഴ്സൺ വിത്ത് ദ ലീവ് ഓഫ് ദ കോർട്ട് മേക്ക് എ കംപ്ലൈന്റ്. അപ്പൊ എനിബഡി ക്യാൻ. ബട്ട് സപ്പോസ് ഇൻ ദാറ്റ് കേസ് ദ ചൈൽഡ് ഫോർ ഹും a person approached under clause A is having a legal guardian ഉണ്ടെങ്കിൽ ആ ലീഗൽ ഗാർഡിയന് നോട്ടീസ് കൊടുക്കണം. അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ വേണ്ട, ലീവ് കൊടുക്കാം, കോടതിക്ക് ലീവ് കൊടുക്കാം. മനസ്സിലായില്ലേ? ഓക്കെ സാർ.
അപ്പൊ അംജദ് ചോദിച്ചതനുസരിച്ചിട്ടാണെങ്കിൽ പവർ ഓഫ് അറ്റോർണി അവിടെ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ അഗ്രീഡ് പേഴ്സണ് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ആ അഗ്രീഡ് പേഴ്സൺ ഫോർ ദ റീസൺ ദാറ്റ് ഹി കനോട്ട് ഒബ്റ്റൈൻ എ ലീവ്, അങ്ങനെയാണെങ്കിൽ അതിന് ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് പറയുന്നുണ്ട്, ആ മെത്തേഡ് ഉപയോഗിക്കണം. അപ്പോൾ പവർ ഓഫ് അറ്റോർണി വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. കാര്യം വെച്ചാൽ എന്താ, ഇതിനകത്ത് ഇനി വരുന്ന 2-3 സെക്ഷനിൽ ഈ വേർഡ് പറയുന്നുണ്ട്. ഈ അഗ്രീഡ് പേഴ്സൺ ഡിഫമേഷനിൽ വരുമ്പോൾ നമ്മൾ ഈ അഗ്രീഡ് പേഴ്സൺ അവിടെയും പഠിക്കും. ആ അഗ്രീഡ് പേഴ്സണെ കൊടുക്കാൻ പറ്റും, വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ ഒരു ഡിഫമേഷൻ കേസിൽ വേണമെങ്കിൽ കംപ്ലൈന്റ് മൂവ് ചെയ്യാം, വേണമെങ്കിൽ അഗ്രീഡ് പവർ ഓഫ് അറ്റോർണി കൊടുക്കാം ഡിഫമേഷൻ കേസിൽ. പക്ഷെ ഇവിടെ അതിന് അൾട്ടർനേറ്റീവ് വേ പറയുന്നുണ്ട്. അപ്പൊ കാര്യം എന്താ, വെറുതെ ഒരു സെക്കൻഡ് എന്തായിരുന്നു ഞാൻ പറഞ്ഞ? അപ്പൊ ഇവിടെ മാത്രമല്ല, അവിടെ ഒരു കാര്യം കൂടെ കുറച്ചുകൂടെ ഗ്രേവായിട്ടൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാല്, പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാല് സെക്ഷൻ 4 പറയുന്നത് ദി ഓതറൈസേഷൻ റെഫേർഡ് ഇൻ ക്ലോസ് ബി, അതായത് ആംഡ് ഫോഴ്സിൻ്റെത്, ഷാൽ ബി ഇൻ റൈറ്റിംഗ്, shall be signed or otherwise attested by the husband, shall containing a statement to the effect that he has been informed of the allegations upon which the complaint is to be founded. അപ്പൊ കംപ്ലൈന്റ് കൊടുക്കാൻ വന്ന സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചുള്ള അലിഗേഷൻ അയാൾക്ക് കൃത്യമായി കിട്ടി എന്ന് പറയണം. shall be countersigned by the commanding officer and shall be accompanied by a certificate signed by that officer to the effect that leave of the absence of the purpose of making complaint in person cannot for the time being be granted to the husband. ലീവ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന അതൊക്കെ അതിനകത്ത് എഴുതി സർട്ടിഫിക്കറ്റ് ചെയ്താൽ മാത്രമേ വേറൊരാളെ കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പവർ ഓഫ് അറ്റോർണി കാര്യമില്ല. ഈവൻ വിത്തൗട്ട് എ പവർ ഓഫ് അറ്റോർണി ദിസ് പ്രൊവിഷൻസ് ഷാൽ ബി കംപ്ലൈൻഡ്. അത്രേ ഉള്ളൂ. വേറെ ആൾക്കെന്ന് പറഞ്ഞ ഈ ഒഫൻസിന് പറ്റൂല. അല്ല, മറ്റു പ്രൊവിഷൻസില് അതായത് അഗ്രീഡ് പേഴ്സൺ ഈ പറയുന്ന ആളാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. വേറെ അഗ്രീഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പ്രശ്നമില്ല. പക്ഷെ അഗ്രീഡ് പേഴ്സൺ വേണമെന്നാണ് ആദ്യം പറയണത്. അഗ്രീഡ് സം പേഴ്സൺ അഗ്രീഡ് ബൈ ദാറ്റ് ഒഫൻസ്. ഇപ്പൊ വേറെ കാര്യമുണ്ട്, ഈ ഒഫൻസിന്റെ ഒക്കെ പ്രത്യേകത എന്താ? ഈ ഒഫൻസിന്റെ പ്രത്യേകത അല്ലെ സ്പൗസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ അതിൽ നോർമലി വൈഫ് ആണെങ്കിൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്തത് ഹസ്ബൻഡ് ആയിരിക്കും അഗ്രീഡ് വരുന്നത്, ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫ് ആയിരിക്കും അഗ്രീഡ് വരുന്നത്. അങ്ങനെയല്ലേ വരുള്ളൂ, നോർമലി അങ്ങനെയല്ലേ വരുള്ളൂ. ഇപ്പൊ ബൈഗമിക്ക് കൊടുക്കാൻ പറ്റുന്നത് ഹസ്ബൻഡ് ആണ് ബൈഗമി നടത്തുന്നെങ്കിൽ വൈഫാണ് അഗ്രീഡ് പേഴ്സൺ, വൈഫാണ് ബൈഗമി നടത്തുന്നെങ്കിൽ ഹസ്ബൻഡ് ആണ് അഗ്രീഡ് പേഴ്സൺ. അങ്ങനെ വരുള്ളൂ. ഓക്കെ, യെസ്, 10 നമുക്ക് ഇന്നത്തെ നിർത്താം. അപ്പൊ ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ മെറ്റിക്കുലേഴ്സ് ആയിട്ട് ഇത് വായിക്കണം. കാര്യം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും. അപ്പൊ അത് നിങ്ങൾ ഓരോ സെക്ഷനും എടുത്ത് വായിച്ച് പഠിച്ചാൽ മാത്രമേ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണത്, അത് വരും. ഇനിയിപ്പോ നമ്മൾ ഡിഫമേഷൻ കൂടെ പഠിക്കുമ്പം അത് കുറച്ചുകൂടി ഇതായിട്ട് വരും.
അപ്പൊ അത് ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം വന്നാൽ തെറ്റിക്കരുത്. അത് കൃത്യമായിട്ട് അത് ഒന്നുകൂടെ വായിച്ചു മനസ്സിലാക്കണം നന്നായിട്ട്. മനസ്സിലായില്ലേ? അത് വലിയ കോംപ്ലിക്കേറ്റഡ് ഭാഗം അല്ലത്. അത് ശരിക്കും വായിച്ച് മനസ്സിലാക്കിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇന്ന് കവർ ചെയ്ത പോർഷൻസ് ഒക്കെ മനസ്സിലായല്ലോ? ഓക്കെ, ശരി. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ് ഓൾ. ആദിത്യലക്ഷ്മി, വല്ലുവനൊക്കെ മരുന്നൊന്നും മേടിച്ചില്ലേ? സംസാരിക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ, സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ് ഓൾ. Good night, sir. ഓക്കെ ഓക്കെ.